ആ രണ്ട് രണ്ടു ഒന്നു രണ്ട് പേരെ കൂട്ടിക്കൊണ്ടുവന്ന് ചെല്ലുക. 3 സഭയോട് അറിയിക്കുക. 4 പറഞ്ഞിട്ടും കൂട്ടാക്കുന്നില്ലെങ്കിൽ പുറംജാതിക്കാരെ പോലെയും ചുങ്കക്കാരനെ പോലെയും കാണണമെന്ന് വേദപുസ്തകം അടിവരയിട്ട് വരയ്ക്കുക. കാരണം മറ്റൊന്നുമല്ല, സഭയിൽ ഭിന്നത വെച്ചുകൊണ്ടിരിക്കാൻ അനുവാദമില്ല. നമുക്ക് മനസ്സിലാവുന്ന, സഭയ്ക്കകത്ത് ഭിന്നത വെക്കുവാൻ ഒരവകാശവും അധികാരവും നമുക്കില്ല. ഈ വാക്ക് നിങ്ങൾ അറിയണം. സഭ പറഞ്ഞിട്ട് കൂട്ടാക്കുന്നില്ല എങ്കിൽ പുറംജാതിക്കാരനെ പോലെയും ചുങ്കക്കാരെ പോലെയും കാണണമെന്നാണ് വേദപുസ്തകം പഠിപ്പിക്കുന്നത്. ഒരു സൈഡിൽ കൂടി ശത്രുവിനെ സ്നേഹിക്കുക, ക്ഷമിക്കുക, ദീർഘമായി ക്ഷമിക്കുക എന്നൊക്കെ പറയുമ്പോൾ മറു സൈഡിൽ സഭയുടെ പ്രാധാന്യം അത്രമാത്രമുണ്ട്. കാരണം സഭ എന്താ? സ്വർഗത്തിന് ഭൂമിയിലേക്ക് ഇറങ്ങി വരാനുള്ള ഏക സ്ഥലം ഈ സഭ മാത്രമാണ്. മനസ്സിലാവുന്നുണ്ടോ? സഭക്കകത്താണ്. അല്ലെങ്കിൽ 2-3 പേർ എൻ്റെ നാമത്തിൽ എവിടെ കൂടിയാലും അതൊക്കെ സഭയാ. എവിടെ കൂടിയാലും നമ്മുടെ ഈ ബിൽഡിംഗ്, നമ്മൾ ഇവിടെയാണ്. ഇതിനകത്ത് നമ്മൾ കൂടി വരുമ്പോൾ ദൈവത്തിൻ്റെ സാന്നിധ്യം ഇറങ്ങി വരണം. ഇതൊക്കെ പഠിക്കണമെങ്കിൽ, അറിയണമെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. ഇസ്രായേൽ മക്കളെ മരുഭൂമിയിലേക്ക് വിളിച്ചുകൊണ്ട് വന്നിട്ട് സ്വർഗത്തിൽ ഇരിക്കുന്ന ദൈവത്തിന് സ്വർഗത്തിൽ ഇരിക്കാൻ കഴിയാതെ അവൻ എങ്ങനെയെങ്കിലും അവരുടെ മക്കളുടെ നടുവിൽ വസിക്കാൻ വേണ്ടി ഒരു സമാഗമന കൂടാരം ഉണ്ടാക്കാൻ പറഞ്ഞു. എന്നിട്ട് 3 ഗോത്രങ്ങൾ വടക്ക്, 3 ഗോത്രങ്ങൾ തെക്ക്, 3 ഗോത്രങ്ങൾ പടിഞ്ഞാറ്, 3 ലോകങ്ങൾ ഒക്കെ ആയിട്ട് 4 സൈഡിലുമായിട്ട് ദൈവം നടുവിൽ വസിച്ചതാണ്. ദൈവത്തിനെന്നും മക്കളുടെ നടുവിൽ വസിക്കാനാണ് ഇഷ്ടം. ഞാൻ ഇതൊരു ഒറ്റ വാക്കിൽ പറഞ്ഞു കേട്ടോ. വാക്കിൻ്റെ അർത്ഥവും ദൈവത്തിൻ്റെ ഹൃദയത്തിലെ ആഗ്രഹമൊക്കെ നമ്മൾ അറിയുമ്പോൾ നമ്മളെ വീട് കരയാന്നല്ലാതെ മാറ്റുന്നത്. നമുക്ക് സ്വർഗത്തിൽ ദൈവത്തിന് നമ്മുടെ മധ്യേ വസിക്കാൻ ആഗ്രഹിക്കുന്നു. ഞാൻ പറഞ്ഞ അർത്ഥം മനസ്സിലാവണോ നിങ്ങൾക്ക്? ക്ലിയർ ആണോ? നമ്മുടെ മധ്യേ വസിക്കാൻ ആഗ്രഹിക്കുന്ന ദൈവം, സ്വർഗീയ പിതാവ്. ഞാൻ ഒറ്റ വാക്കി പറഞ്ഞതേ ഉള്ളൂ. അതൊക്കെ ഓർക്കുമ്പോൾ നമ്മളെ കണ്ണൊക്കെ നിറഞ്ഞു പോകും. കാരണം ഇന്നും ആഗ്രഹിക്കുന്നുണ്ട് നമ്മുടെ നടുവിൽ വരാനായിട്ട്. പക്ഷേ നമ്മളെ കൊണ്ട് കഴിയുന്നില്ല. അല്ലെങ്കിൽ നമ്മുടെ പ്രശ്നങ്ങൾ കാരണം സ്വർഗത്തിന് ഭൂമിയിലേക്ക് ഇറങ്ങി വരാൻ കഴിഞ്ഞില്ലെങ്കിൽ എത്രമാത്രം ദാരുണമായ അന്ത്യമായിരിക്കും ഇല്ലേ? നമുക്ക് മനസ്സാന്തരമില്ല, ഒരു രൂപാന്തരവുമില്ല. രക്ഷിക്കപ്പെട്ട് 10, 15, 25, 30, 40 വർഷമായാലും ഒരു മനസ്സാന്തരവുമില്ല, ഒരു മാറ്റം നമ്മുടെ ജീവിതത്തിനില്ല ഇല്ലേ? എന്താണെന്നറിയാമോ? ദൈവസാന്നിധ്യം ഇറങ്ങി വന്നാൽ മാത്രമേ നമുക്ക് മാറ്റം വരത്തുള്ളൂ. അവന് തേജസ്സിന് മുമ്പിലാ എൻ്റെ നഗ്നത പ്രദർശനമാകണത്. അവൻ്റെ തേജസ്സിന് മുമ്പിലാ എൻ്റെ പാപങ്ങൾ വെളിപ്പെട്ട് വരുന്നത്. അവൻ്റെ തേജസ്സിന് മുമ്പിലാ അല്ലേ ഞാൻ എന്നെ തന്നെ വെളിവായി വരുന്നത്. ഇല്ലെങ്കിൽ ഒരിക്കലും നമ്മൾ മറച്ചു വയ്ക്കും. സാധാരണ ക്ലബ്ബുകൾ മാത്രം പോലെ ഇന്ന് ലോകത്തിൽ എത്രയോ സഭകൾ മാറിപ്പോയെന്നറിയാമോ? ഹല്ലേലൂയ. ദൈവ തേജസ് ഇറങ്ങി നിൽക്കണം. ദൈവം നമ്മുടെ നടുവിൽ വസിക്കാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് സഭ പറഞ്ഞിട്ട് കൂട്ടാക്കുന്നില്ലെങ്കിൽ അവനെ പുറംജാതിക്കാരെ പോലെയും ചുങ്കക്കാരെ പോലെയും തള്ളിക്കളയാൻ വേദപുസ്തകം പഠിപ്പിക്കുന്നത്. ഒരു ദാക്ഷിണ്യവും കേട്ടോ. ഇതിൽ കുറഞ്ഞതൊന്നും ഇവിടെ നിന്നും പ്രതീക്ഷിക്കണ്ട. ഒരു മാറ്റവുമില്ലത്. കാരണം സഭയെ സഭയാക്കി തന്നെ മാറ്റണം. എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഇത് പ്രകാരം തന്നെ സഭക്കകത്ത് വിധികൾ വരും. അതിൽ ഒരണുവിട ആരോടും കോംപ്രമൈസ് ഇല്ല. അതുപോലെ ആയിരിക്കും ദൈവസഭ. ആയിരിക്കണം ദൈവസഭ. ഇല്ലെങ്കിൽ ദൈവസഭയല്ല അതൊക്കെ. ഒരണുവിട പോലും വ്യത്യാസം ഉണ്ടാകത്തില്ല. പറഞ്ഞ വചനത്തിൽ നിന്ന് ഒരു മാറ്റം ഉണ്ടാകത്തില്ല. സഭ പറഞ്ഞിട്ട് കൂട്ടാക്കുന്നില്ലെങ്കിൽ പുറത്ത്. ഇതൊക്കെ മനസ്സിലാവുന്നുണ്ട്? വേദപുസ്തകത്തിലെ വാക്യമാണ്. ഒരു കോംപ്രമൈസ് വിലക്കാരും മറന്നു പോകരുത്. സഭക്ക് ഭയമില്ല. പണ്ടൊക്കെ പാപം ചെയ്ത് അകത്ത് വന്ന സഫീറയും അനന്യാസിയും പെട്ടഞ്ഞു വീണ മരിക്കുന്നത്. ഇന്ന് അതിനേക്കാൾ വലിയ കള്ളന്മാരും കൊലപാതകികളും വ്യഭിചാരികളുമാ സഭക്കകത്ത്. കാരണം എന്തുകൊണ്ടെന്നറിയാമോ? അവിടെ തേജസ് വരുന്നില്ല, പാപം വെളിപ്പെട്ട് വരുന്നില്ല. എനിക്ക് പറഞ്ഞർത്ഥം മനസ്സിലാവുന്നുണ്ടോ? ഒരു കോംപ്രമൈസും ഉണ്ടാകത്തില്ല. യേശുവിൻ്റെ രക്തം കൊടുത്ത് വിലക്ക് വാങ്ങപ്പെട്ട സഭയാണ്. അതിനകത്ത് ചെറു കുറുക്കന്മാർക്ക് അവൻ്റെ മുന്തിരിത്തോട്ടം നശിപ്പിക്കാൻ ഒരനുവാദവുമില്ല. നിങ്ങൾ അതറിഞ്ഞിരിക്കണം. അപ്പം അതുകൊണ്ട് ഈ 4 കാര്യങ്ങളാണ് സംഭവിച്ചിരിക്കുന്നത്. ഇതാണ് നമ്മൾ ആദ്യം 3 ഇത്ര വാക്യം കണ്ടല്ലോ. 15, 16 വാക്യം 16 അല്ലേ? 18-ാം അധ്യായം 15, 16, 17 വാക്യങ്ങളാണ് ഇത് പറയുന്നത്. എന്നിട്ടാണ് താഴേക്ക് 18, 19, 20 വാക്യങ്ങൾ 3 വാക്യങ്ങൾ പറയുന്നുണ്ട്. ഈ മോളിൽ ഇപ്പോൾ പറഞ്ഞത് സഭ തമ്മിലുള്ള ഭിന്നതയെ കുറിച്ചാണ് ഇല്ലേ? ഈ 2 വിശ്വാസികൾ തമ്മിൽ ഭിന്നിപ്പ് വന്നാൽ, പിണക്കം വന്നാൽ അതെങ്ങനെ പരിഹരിക്കണമെന്ന് വേദപുസ്തകം പഠിപ്പിക്കുക. അങ്ങനെ പരിഹരിക്കുന്നില്ലെങ്കിൽ എന്ത് ചെയ്യുന്നറിയാമോ? ചുങ്കക്കാരെ പോലെ, പാപികളെ പോലെ പുറത്ത് തള്ളിക്കളയാൻ വേദപുസ്തകം പഠിപ്പിച്ചിട്ട് 18-ാം വാക്യം, നിങ്ങൾ ഭൂമിയിൽ കിട്ടുന്നതല്ല വായിച്ചോ.
അഴിഞ്ഞിരിക്കുമെന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. 1. 2, അടുത്ത വാക്യം. ഭൂമിയിൽ വെച്ച് നിങ്ങൾ രണ്ടുപേർ യാചിക്കുന്ന ഏത് കാര്യത്തിലും ഐക്യബന്ധപ്പെട്ടാൽ അത് സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൽ നിന്ന് അവർക്ക് ലഭിക്കും. 2. 3, 2-3 പേർ എൻ്റെ നാമത്തിൽ കൂടി വരുന്നിടത്തൊക്കെയും ഞാൻ അവരുടെ നടുവിൽ ഉണ്ട് എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. 3 കാര്യങ്ങൾ എടുത്തെടുത്ത് വാർത്ത പഠിപ്പിക്കുക. ഏത് പറഞ്ഞിട്ടാ? ചകട അല്ലേ? ഭിന്നതയെക്കുറിച്ച് പറഞ്ഞിട്ട്, സഭയിലെ ഭിന്നതയെക്കുറിച്ച് പറഞ്ഞിട്ട് 3 വാക്യങ്ങളിലും 3 വ്യത്യസ്തമായ കാര്യങ്ങൾ പറഞ്ഞു വെച്ചിരിക്കുക കർത്താവ്. ഇത് വെറുതെ എഴുതി വെച്ചതല്ലത്. നോക്കി, ഞങ്ങൾ താഴെ ഫുൾ ഗോസ്പൽ എന്ന് പറയുന്ന ഒരു ടോപ്പിക് പഠിപ്പിക്കുന്നുണ്ട്. അതോടുള്ള ബന്ധത്തിലാണ്. സ്വർഗത്തിന് മാനവരാശിയോട് പറയാനുള്ള മുഴു കാര്യങ്ങളും കർത്താവ് 3.5 വർഷം കൊണ്ട് പറഞ്ഞ് അവസാനിപ്പിച്ചു. മനസ്സിലാവുന്നുണ്ടോ? മത്തായി, മാർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ 4 പുസ്തകങ്ങൾ നിങ്ങൾ ആഴമായി പഠിച്ചാൽ സ്വർഗത്തിൽ നമ്മോട് പറയാനുള്ള രഹസ്യങ്ങൾ മുഴുവനുണ്ട് അവിടെ. അതിൻ്റെയൊക്കെ വ്യാഖ്യാനങ്ങളും അല്ലേ, കൂടെ വരുന്ന കാര്യങ്ങളാണ് ലേഖനങ്ങൾ മുഴുവൻ പഠിപ്പിക്കുന്നത്. യേശു പറയാത്തതൊന്നും ലേഖനങ്ങളിലില്ല. അതിൻ്റെ വ്യാഖ്യാനങ്ങളും അതിൻ്റെ ആഴങ്ങളുമാണ് അതിൽ ഓരോ ലേഖനങ്ങൾ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ഇനി 3 കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാം. നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചത് ഇപ്പോൾ ഇതാണ്. ഇനി 3 വാക്യങ്ങൾ എന്തൊക്കെയാ? 18 നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും, ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിഞ്ഞിരിക്കുമെന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. വാക്യം 19, ഭൂമിയിൽ വെച്ച് നിങ്ങൾ 2 പേർ യാചിക്കുന്ന ഏത് കാര്യത്തിലും ഐക്യമത്യപ്പെട്ടാൽ അത് സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൽ നിന്ന് അവർക്ക് ലഭിക്കും. ഇത് പറഞ്ഞത് സ്വർഗമാണ്. പക്ഷേ എത്രയോ പ്രാർത്ഥിച്ചിട്ടും ഇന്നും ഫലമില്ലാതെ നമ്മൾ ജീവിക്കുന്നു. കാരണം ഒറ്റ കാര്യമാണ് ഇവിടുത്തെ പ്രശ്നം. ഒറ്റ കാര്യം. നിങ്ങൾ മത്തായി, മാർക്കോസ്, ലൂക്കോസ് എടുത്തു പഠിച്ചോ, ഇതവിടെ എല്ലാം പഠിപ്പിക്കുന്നു. ഒറ്റ വിഷയം, ഏറ്റവും മുമ്പിൽ നിന്ന് പന്തിരിക്കുന്ന വിഷയം ഈ ഐക്യമത്യത്തെക്കുറിച്ചാണ്. വിശ്വാസികൾ തമ്മിലുള്ള പ്രശ്നമാണ്. ബാക്കി 18, 20, 2-3 പേർ എൻ്റെ നാമത്തിൽ കൂടി വരുന്നിടത്തേക്ക് അല്ലേ. ഈ വാക്യം കർത്തൃമേശയൊക്കെ പറയുമ്പോൾ ഒരു വ്യത്യാസമുണ്ട് അല്ലേ. നമ്മൾ അവൻ രക്തത്തെക്കുറിച്ച് പറയുമ്പോൾ അവൻ അത്താഴം കഴിഞ്ഞ ശേഷം പാനപാത്രം എടുത്തു. കൂടി വരും. കുടിക്കുമ്പോഴെപ്പോഴും നമ്മൾ അറിയാതെ പറഞ്ഞു വന്ന് കുടിക്കുമ്പോഴൊക്കെയാണ് നമ്മൾ അറിയാതെ പറഞ്ഞു പോകുന്നത് ഇല്ലേ. നമ്മൾ അറിയാതെ പറയും കുടിക്കുമ്പോഴൊക്കെയും എൻ്റെ ഓർമ്മക്കായി. കുടിക്കുമ്പോഴല്ല, കൂടി വരുമ്പോൾ. വ്യത്യാസമുണ്ട്. കുടിക്കുമ്പോഴല്ല, കൂടി വരുമ്പോഴാണ് അവിടെ വ്യത്യാസം വരുന്നത് ഇല്ലേ. വേറൊരു നമുക്ക് അറിയാതെ പറഞ്ഞു പോകുന്നതാ. ഇന്ന് കർത്താവ് പകൽക്കാലം നമുക്കൊരു ആരാധന തന്നതിനായി നന്ദി പറയാം. ഇന്ന് പകൽക്കാലം കർത്താവ് നമുക്ക് നല്ലൊരു ആരാധന തന്നതിനാൽ ദൈവത്തിന് ദൈവം നമ്മെ ആരാധിക്കാൻ, ദൈവം നമുക്കേ, ഞാൻ പറഞ്ഞ അർത്ഥം മനസ്സിലായില്ലേ? ദൈവം നമുക്ക് നല്ലൊരു ആരാധന തന്നതിനാൽ നന്ദി പറയാം. അതിനർത്ഥം എന്താ? ദൈവം നമ്മെ ആരാധിച്ചതിന് നാം ദൈവത്തിന് നന്ദി പറയുന്നത്. അത്ര പൊട്ടണമെന്നുള്ള ദൈവം. ഞാൻ നിങ്ങൾക്ക് പറഞ്ഞ നമ്മൾ അറിവില്ലാതെ പലപ്പോഴും പറഞ്ഞത് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യുമ്പോൾ പ്രശ്നം ഇതാണ്. ഞാൻ പറഞ്ഞ അർത്ഥം മനസ്സിലായോ നിങ്ങൾക്ക്? അതാ കറക്റ്റ്. ഈ ദൈവത്തെ ആരാധിക്കുവാൻ നമ്മളെ പരിശുദ്ധാത്മാവ് നിയന്ത്രിച്ചതിനാൽ അറിയാതെ നമ്മൾ പറഞ്ഞു പോകുന്ന വാക്യ കുടിക്കുമ്പോഴൊക്കെയല്ല, കൂടി വരുമ്പോഴൊക്കെയും. അതാണ് നിങ്ങൾ ഈ വാക്യങ്ങളൊക്കെ നിങ്ങൾ 2-3 പേർ എൻ്റെ നാമത്തിൽ കൂടി വരുന്നിടത്തൊക്കെയും ഞാൻ അവരുടെ നടുവിൽ ഉണ്ട് എന്ന് ഞാൻ പറയുന്നു. ഈ 3 വാക്യങ്ങൾ നമ്മൾ ചിന്തിക്കാൻ പോവുകയാണ്. ഓക്കെ, 18 വാക്യം എന്താ? 18 നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും, നിങ്ങൾ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിഞ്ഞിരിക്കുമെന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. കർത്താവ് സത്യമിടുക. സത്യമായിരുന്നവൻ സത്യമാകുന്നവൻ സത്യം വിട്ട് പറയുക. അപ്പൊ അത്രമാത്രം വലിയ കാര്യമുണ്ട് ഇതിന് പിന്നിൽ. എന്ത് പറഞ്ഞിട്ടാണ് ഈ വാക്യം പറയുന്നത്? സഭവിശ്വാസികൾ തമ്മിലുള്ള പിണക്കം 3 വ്യത്യസ്തമായ കാര്യങ്ങൾ പറഞ്ഞിട്ടും നടക്കാതെ വന്നപ്പോൾ പുറംചാതിക്കാരെ പോലെയും ചുങ്കക്കാരെ പോലെയും തള്ളിക്കളയുവാൻ പറഞ്ഞിട്ടാണ് ഈ വാക്യം പറയുന്നത്. ഏത് വാക്യമാ? നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും, നിങ്ങൾ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിഞ്ഞിരിക്കുമെന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് ഞാൻ പറയുന്നു. ഇതെന്ത് കാര്യമാ? ശ്രദ്ധിച്ചേ. 2 വ്യക്തികൾ തമ്മിലുള്ള വഴക്കുകൾ, പിണക്കങ്ങൾ, പരിഭവങ്ങൾ എന്തുമാകട്ടെ, അത് ഭൂമിയിൽ ഒരു ബന്ധനമാണ്. നമ്മുടെ ടോപ്പിക്കിന്റെ പേര് തന്നെ എന്തൊക്കെയാ? നമ്മുടെ ടോപ്പിക്കിന്റെ പേരെന്താ?
ഞാനും പറഞ്ഞ പോലെ എന്നെയും പഠിപ്പിച്ചു കളഞ്ഞത് നിങ്ങളല്ലേ. അയ്യേ ചെയ്യൂ. നമ്മളെന്താ പഠിപ്പിച്ചത്? രോഗത്തിനും ബന്ധനത്തിനുമുള്ള മൂലകാര്യങ്ങളിൽ രണ്ടാമത്തെ കാര്യം പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഇല്ലേ? രോഗത്തിനും ബന്ധനത്തിനും രോഗത്തിനുമുള്ള മൂലകാരണങ്ങളിൽ ഒന്ന് ദൈവത്തോടുള്ള വേർപാട്, രണ്ടാമത് സഹോദരന്മാർ തമ്മിലുള്ള, അതാണ് ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മളല്ലേ. എന്നിട്ട് പറയാം, ഈ തൊട്ടുമോളി പറഞ്ഞു സഭയോട് അറിയിച്ചിട്ട് സഭ പറഞ്ഞിട്ടും അവർ കൂട്ടാക്കാതെ ഇരിക്കുന്നുവെങ്കിൽ എന്ത് ചെയ്യണം? ചുങ്കക്കാരെ പോലെയും പുറംജാതിക്കാരെ പോലും മാറ്റുവാനാണ് വേദോസം പഠിപ്പിക്കുന്നത്. എന്നിട്ട് പറയുന്ന ഈ വാക്യം എന്താണെന്ന് അറിയാമോ? നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും, നിങ്ങൾ ഭൂമി അഴിക്കുന്നതെല്ലാം സ്വർഗത്തിൽ അഴിഞ്ഞിരിക്കും. എന്താ ഇത് കയർ വെച്ച് കെട്ടുന്ന കാര്യമൊന്നും അല്ല. സഭയ്ക്ക് അത്രമാത്രം പ്രാധാന്യമുണ്ട് ഭൂമിയിൽ. ഞാൻ പറഞ്ഞ അർത്ഥം മനസ്സിലാവുന്നുണ്ടോ? സഭയിലെ വിശുദ്ധന്മാർക്ക്, അവിടുത്തെ മൂപ്പന്മാർക്ക്, ദൈവം വെച്ചിരിക്കുന്ന ആത്മീയ അധികാരികൾക്ക്, എൻ്റെ വാക്കുകൾ ക്ലിയർ ആകണം, ദൈവത്തിൻ്റെ വചനപ്രകാരം ജീവിക്കുകയും ആത്മാവിൽ വിവേചിക്കുകയും അവിടെ ചെയ്യുന്ന വിശ്വാസികൾ അല്ലെങ്കിൽ മൂപ്പന്മാർ എന്തുമാകട്ടെ, അവർക്കൊരു അധികാരമുണ്ട് ഭൂമിയിൽ. എന്താണെന്നറിയാമോ? അവർ ഭൂമിയിൽ കെട്ടിയാൽ അത് സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും. ഞാൻ പറഞ്ഞ അർത്ഥം മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? രണ്ട് വിശ്വാസികൾ തമ്മിൽ പ്രശ്നമുണ്ടായി, പരിഹരിക്കാൻ പറ്റിയില്ല, സഭയോട് അറിയിച്ചു, എന്നിട്ട് നടക്കുന്നില്ലെങ്കിൽ അവനെ മാറ്റിക്കളയാൻ പറയുക, സഭയിൽ നിന്ന് മാറ്റാൻ പറയുക. നമ്മൾ പറയും സഭയിൽ നിന്ന് മാറ്റിയാൽ അടുത്ത ബാക്കി വേറെ എങ്കിലും സഭയിൽ പോകും. നമ്മളിവിടെ പറയുക, നീ ഇനി വരണ്ട, എന്തെങ്കിലും ഇനി ഇഷ്ടമില്ല എന്തെങ്കിലും പറഞ്ഞ് വിട്ടുപോയാൽ നമ്മൾ എന്ത് ചെയ്യുന്നറിയാം? അടുത്ത AC ഉള്ള വൈഫൈ ഉള്ള സഭയിൽ പോകും. നമ്മൾ വൈഫൈയും AC ഉള്ള അടുത്ത സഭയിൽ പോകും. എന്തെന്ന് മിണ്ടാതിരിക്കുന്നത്? നമുക്കൊരു ലജ്ജയില്ല. നമ്മൾ അവിടെ പോയി കൈയടിച്ച് നല്ലോണം ആരാധിക്കും, അവിടെയും പ്രാർത്ഥിക്കും, അവിടെയും പ്രസംഗിക്കും. പക്ഷെ സഹോദരങ്ങളെ, നിങ്ങൾ ഒന്നറിയണം, ഒരു സഭയിലെ മൂപ്പന്മാർ, അവിടുത്തെ ആത്മീയ അധികാരികൾ ബന്ധിച്ചാലുണ്ടല്ലോ, ലോകത്തിന്റെ ഏത് മുക്കിലും മൂലയിൽ ഏത് സഭയിൽ പോയാലും സ്വർഗം ബന്ധിച്ചിരിക്കുകയാണെങ്കിൽ ആർക്കും അഴിക്കാൻ കഴിയത്തില്ല. ലോകത്തിൽ ഏത് അഭിഷിക്തന്മാരുടെ പോയി തല കുമ്പിട്ട് കൊടുത്താലും, സഭ ബന്ധിച്ചാൽ, കെട്ടിയാൽ, ചുങ്കക്കാരെ പോലെയും പാപികളെ പോലെയും സഭ കൽപ്പിച്ചാൽ, ലോകത്തിന്റെ ഏത് കോണിൽ പോയാലും ഏത് അഭിഷിക്തരുടെ അടുക്കൽ പോയാലും അനക്കമുണ്ടാകില്ല എന്ന സത്യം നിങ്ങൾ തിരിച്ചറിഞ്ഞാൽ മതിയാകൂ. ഇന്ന് ഈ വൈകിയ വേളയിൽ നിങ്ങളുടെ ഹൃദയത്തിൽ കുറിച്ചിട്ടോളാം ഇത്. അതൊക്കെ മനസ്സിലാവുന്നുണ്ട്? ഇന്ന് വഴക്കിട്ട് ഇറങ്ങിപ്പോകുക വേറെ സഭ, അപ്പുറത്തേക്ക് ഇല്ല നമുക്ക്. നിങ്ങൾ ഒന്നറിയണം, ഈ ലോകത്തിൽ ഒരു സഭയും സത്യസഭയില്ല. എവിടെ വേണമെങ്കിൽ പൊയ്ക്കോ, നിങ്ങൾ ഓടി നിങ്ങൾ ചെരുപ്പ് തേയെന്നല്ലാതെ ഈ ലോകത്തിൽ ഒരു സഭയും സത്യസഭയില്ല. ഇവിടെ നിന്ന് പോയാൽ അപ്പുറത്ത്, അവിടെ ഒരു സൈഡ്, നമ്മളെക്കാൾ നല്ല സൈഡ് എവിടെ ഉണ്ടാവും. പണ്ട് ഞങ്ങൾ കൂട്ടായ്മ ഉണ്ടായിരുന്നപ്പോഴേ എൻ്റെയൊക്കെ പാട്ട് കേട്ട് കാണുമല്ലോ നിങ്ങളൊക്കെ, പുള്ളിക്കൊക്കെ അറിയാം. പിച്ച് ഈ വഴി, താളവും ബോധവും വേറെ വഴി പോകും. നമുക്ക് പാടാനൊന്നും അറിയില്ല. അപ്പം അതുകൊണ്ട് രാവിലെ കലൂരിൻ്റെ അടുത്ത് AJ ഹാളിൽ ചർച്ചുണ്ട്, അവിടെ നല്ല സൂപ്പർ വർഷിപ്പാണ്. അവിടെ പോയിട്ട് മെസ്സേജ് കേൾക്കാൻ വേണ്ടി ഞങ്ങളുടെ ഇറച്ചി വരും. ഈ വൈറ്റില് എന്ത് ഹോട്ടലാണ്? അനുഗ്രഹ ഹോട്ടല്. ഞാൻ നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടോ? ലോകത്തിൽ എവിടെ പോയാലും സത്യസഭയില്ലെന്നേ. ഏതെങ്കിലും കുറവുണ്ടാകും. പക്ഷേ കർത്താവ് വെളിപ്പെട്ട് വരുമ്പോഴുണ്ടല്ലോ, അന്ന് ഈ സത്യസഭ വെളിപ്പെട്ട് വരും. മേഘങ്ങളിലേക്ക് എടുക്കപ്പെടുന്ന സഭയുണ്ട്, സത്യസഭ. അന്നേ വെളിപ്പെടുകയുള്ളൂ. എവിടെ വേണമെങ്കിൽ പൊയ്ക്കോ. ഒരുപക്ഷെ നമ്മൾ ഇന്ന് അനുഭവിക്കുന്നതിന് അവിടെ മോചനം കിട്ടും, പക്ഷേ അവിടെ അതിനേക്കാൾ വലുത് അവിടെ കാണും. ഒരിക്കൽ പോലും സത്യസഭ ഈ ലോകത്തിലില്ല. പക്ഷെ കർത്താവ് വരുമ്പോൾ അന്ന് അത് വെളിവായി വരും. അതിൻ്റെ പേരാ സത്യസഭ. മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ട് ഈ ഭൂമിയിൽ ഏതെങ്കിലും ഒരു സഭയിൽ ഒരു ആത്മീയ നേതൃത്വങ്ങൾ, മീൻസ് വിശുദ്ധന്മാർ, വചനം അറിയാവുന്നവർ, വചനപ്രകാരം ചെയ്യുന്നവർ, മനസ്സിലാവുന്നുണ്ടോ? അവർ ഒരു കാര്യം പറഞ്ഞു, രണ്ടുപേർ ഐക്യമത്യപ്പെട്ടില്ല, സഭയോട് പറഞ്ഞു, എന്നിട്ടും കൂട്ടാക്കിയില്ലെങ്കിൽ ചുകക്കാരെ പോലെയും പാപികളെയും പോലെ പുറത്താക്കിയാൽ, സഭ കെട്ടിയാൽ അതിനർത്ഥം സ്വർഗം കെട്ടപ്പെട്ടിരിക്കും. നമുക്ക് സഭയെക്കുറിച്ച് അറിയാത്തത് കൊണ്ടാ ഈ കുട്ടികളിയും തമാശയും, അതല്ലെങ്കിൽ ഞാൻ പറയാൻ മനസ്സിലാകുന്നുണ്ടോ, ദൂതുകളും കള്ളപ്രവചനങ്ങളും. ഇതല്ലാതെ യഥാർത്ഥമായ സഭയെ കണ്ടിട്ടില്ല നമ്മൾ. കറ തീർന്ന സഭയെ, ആത്മീയ അധികാരികൾ ഭരിക്കുന്ന സഭയെ എനിക്ക് പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടോ? തെറ്റുകെട്ടാൽ ശാസിക്കുകയും ചേർക്കുകയും പിടിക്കുന്ന സഭയെ കണ്ടോ നിങ്ങൾ? ഹല്ലേലൂയ.
ഞാൻ പറയുന്ന കാര്യങ്ങൾ ആത്മീയ അധികാരികൾ അത് കെട്ടിയാലുണ്ടല്ലോ സ്വർഗത്തിലും ബന്ധിച്ചിരിക്കും. എന്തെന്ന് മിണ്ടാനായിട്ട് എത്ര പേടി നിങ്ങൾക്ക്? മനസ്സിലായോ? ഹല്ലേലൂയ. ഇങ്ങനെയുള്ളവർ ലോകത്തിൽ എവിടെ ഏത് സഭയിൽ പോയാലും ഏത് പ്രവാചകന്മാരോ അഭിഷിക്തന്മാരോ തലയിൽ കൈവച്ചാലും ഒരിക്കൽ പോലും വിടുതൽ കിട്ടത്തില്ല. കാരണം ഇവിടെ കെട്ടിയത് സ്വർഗമാണ്. കാരണം അത്ര വലിയ അധികാരമുണ്ട് നമുക്ക് ഇവിടെ സഭയിലെ മൂപ്പന്മാർക്ക് അത്ര വലിയ അധികാരമുണ്ട്. ദൈവ രാജ്യത്തിൽ ജീവിക്കുന്നവർക്ക്, ഞാൻ പലർത്തും ശ്രദ്ധിക്കണം, ദൈവരാജ്യത്തിനകത്ത് ജീവിക്കുന്ന, ദൈവകൃപയിലും ദൈവനീതിക്കൊത്തവണ്ണം ജീവിക്കുന്ന ഏവനും ഈ അധികാരമുണ്ട്. ഞാൻ പറഞ്ഞത് തെറ്റാണോ? വല്ലോ വാക്യം ശരിയാണോ? അല്ലേ? എന്താ പറഞ്ഞത്? തൊട്ടുമോളി വായിച്ചത്, നീ ചെന്ന് അറിയിക്കുക, ഒന്നോ രണ്ടോ പേരായിട്ട് പോകുക, എന്നിട്ടും സഭയെ അറിയിക്കുക, എന്നിട്ടും അറിയിക്കാതിരുന്നാൽ പുറം ചാദിക്കാൻ പോലെ അല്ലേ? എന്നിട്ടാ നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നതൊക്കെയും സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും എന്ന് പറഞ്ഞാൽ, ഇന്ന് സഭ ഒരു വ്യക്തിയെ ബന്ധിച്ചാൽ, നീർമണി നിനക്ക് മാനസാന്തരപ്പെടുവാൻ അനുതപിക്കുവാൻ നിനക്ക് മനസ്സില്ലേ? പുറത്ത് സഭ കെട്ടിയാൽ ആർക്കും അഴിക്കാൻ കഴിയത്തില്ല. കാരണം അത് സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും. ഏത് പ്രവാചകനോ എത്ര വലിയ ദൂതുകൾ കേട്ടാലും എത്ര അഭിഷേകന്മാർ തലയിൽ കൈവച്ചാലും അഴിയത്തില്ല. കെട്ടിയവർക്ക് തന്നെ അഴിക്കാൻ കഴിയത്തുള്ളൂ. അതൊക്കെ മനസ്സിലാകുന്നുണ്ട്? സഭയ്ക്ക് അത്രമാത്രം ആത്മീയ അധികാരങ്ങളുണ്ട്. എന്തേ മൗനമായിരിക്കുന്നത്? ഞാൻ നിർത്തിക്കോളാം. ഹല്ലേലൂയ. അതുകൊണ്ട് സഭയുടെ അധികാരങ്ങൾ അറിയാത്തതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും വഷളന്മാരായി ജീവിക്കുന്നത്. നമുക്ക് അറിയാത്തത് അത് ഞാൻ വിടുകയാണ്, സമയം മുന്നോട്ട് പോകുന്നു. എന്നിട്ട് പറയും, നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും, ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിഞ്ഞിരിക്കും. ഇവിടെ പ്രശ്നം വന്നു, പറഞ്ഞിട്ട് നടക്കുന്നില്ല. അവസാനം ബാലശിക്ഷ അല്ലെങ്കിൽ എന്താ പറയുക, ബാലശിക്ഷയായ അല്ലെങ്കിൽ ആത്മീയ ബലഹീനന്മാരായി തീരും, രോഗത്തിനടിമയായി തീരും എന്ന് പറയുമ്പോൾ ആ സമയത്ത് എവിടെയെങ്കിലും വെച്ച് മാനസാന്തരപ്പെട്ട് സഭയിലേക്ക് മടങ്ങി വന്ന് ആ നിരപ്പ് പ്രാപിച്ചാൽ, ഭൂമിയിൽ സഭ അഴിച്ചാൽ സ്വർഗം അഴിഞ്ഞിരിക്കും. ക്ലീനാണോ ഞാൻ പറഞ്ഞു വന്നത്? മനസ്സിലാവുന്നുണ്ടോ? സഭ അഴിക്കാത്തിടത്തോളം കാലം ഒരു മനുഷ്യനും ഒന്നും ചെയ്യാൻ കഴിയില്ല. കാരണം അത്രമാത്രം വിലയുണ്ട്, അധികാരമുള്ളതാ ദൈവസഭ. നിങ്ങളുടെ ഹൃദയത്തേക്ക് ഇടിച്ചു കയറുന്നുണ്ടോ? ഒരു വഷളത്വത്തിൽ നമുക്ക് കൂട്ടുനിൽക്കാൻ പറ്റും. വേദോസപ്രകാരം ദൈവനീതിക്കൊത്തവണ്ണം, ആ നല്ല വാക്ക്, ദൈവനീതിക്കൊത്തവണ്ണം ഇത് ചെയ്തേ മതിയാകത്തുള്ളൂ. അതുകൊണ്ട് ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും. ഇവിടെ കെട്ടിയാൽ അത് അവിടെയും കെട്ടപ്പെട്ടിരിക്കും. ഇവിടെ ഭൂമിയിൽ ഇനി മാനസാന്തരപ്പെട്ട് നിരപ്രവച്ചു, വാ സഹോദര, ഇനി ഒരിക്കലും നിന്നോട് ഒരു പിണക്കവുമില്ല, ഞാൻ നിരപ്രവാപിക്കുന്നു, എൻ്റെ മിസ്റ്റേക്കാന്ന് പറഞ്ഞ് വന്ന് മാനസാന്തരപ്പെട്ടാൽ രക്താംബരം പോലെ എത്ര കടുചുവപ്പാണെങ്കിലും ഹിമം പോലെ വെളുപ്പിക്കുന്ന കർത്താവ് രചിച്ച രക്തം. അതാ നമുക്ക് ഏറ്റവും പ്രിയം. എത്ര ധിക്കരിച്ചോടിപ്പോയാലും ഒരു നിമിഷം ഒന്ന് മാനസാന്തരപ്പെട്ട് മടങ്ങി വന്നാലുണ്ടല്ലോ, അവൻ നമ്മുടെ കണ്ണീരിന് മുമ്പിൽ ഇറങ്ങി നിൽക്കും. അതൊക്കെ മനസ്സിലാവുന്നില്ലേ പറഞ്ഞതെന്ന് കരുതുന്നു? അത്രമാത്രം സ്നേഹവാനായ കർത്താവാ. അതുകൊണ്ട് ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിഞ്ഞിരിക്കും. ഹല്ലേലൂയ. സന്തോഷമാണോ ഇല്ലയോ? ഓക്കെ. കാരണം നിരപ്പ് വഴക്ക് വിട്ടുണ്ട്, അല്ലെങ്കിൽ പരിഭവങ്ങളും വഴക്കും പിണക്കങ്ങളും കയ്പ് വെച്ചുകൊണ്ട് ഒരിക്കൽ പോലും ഒരു നിമിഷം പോലും സഹോദരങ്ങളെ ജീവിക്കരുതെന്ന് എൻ്റെ ഹൃദയം നുറുങ്ങിയിടുന്ന ഇവിടെ അപേക്ഷയാണ്. ഒരു സെക്കൻഡ്. കാരണം ഒരിക്കൽ പോലും ദൈവത്തിന് നമ്മോട് കൂടെ നിൽക്കാൻ കഴിയത്തില്ല. അവൻ നമുക്ക് പ്രതികൂലമായാൽ ആരനുകൂലമായി നിൽക്കും? നമുക്ക് പറയാൻ പറ്റുന്ന നിങ്ങൾക്ക്? അവൻ പ്രതികൂലമായി സ്വർഗം കെട്ടിയാൽ ആര് നമുക്ക് ഈ ഭൂമിയിൽ അനുകൂലമായി നിൽക്കും? പിന്നെ ദൈവകൃപ വിട്ടവർ നമ്മുടെ കൂടെ ഉണ്ടാകാം, ദൈവകൃപ വിട്ടുപോയവർ നമ്മുടെ കൂടെ ഉണ്ടാകും. കാരണം അവർക്ക് നമ്മെ പോലെ തന്നെ, അവരെ പോലെ തന്നെ നമ്മളുമായി തീരണമെന്ന ആഗ്രഹമുണ്ട്. ഇതൊക്കെ മനസ്സിലാവും ഞാൻ പറഞ്ഞവരുടെ കാര്യം. മത്തായി 16:19 വായിച്ചേ. അഴിഞ്ഞിരിക്കുമെന്ന് ഉത്തരം പോരുന്നത്. അവിടെ പറയുന്നു, നീ പത്രോസാകുന്നു, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും. ഞാൻ സഭയെക്കുറിച്ച് എടുക്കും, അത് എടുത്തോളാം. എന്നിട്ട് പറയാ, പാതാള ഗോപുരങ്ങൾ, അത്രമാത്രം സഭയ്ക്ക് അധികാരമുണ്ട്. 33 കോടി അല്ലേ, അല്ലെങ്കിൽ 33.3% പാതാള ഗോപുരങ്ങൾ ഇറങ്ങി വന്നാലും സഭയുടെ കാൽ കീഴിലേ ഉള്ളൂ. വിശുദ്ധിക്കും വേർപാടിനും ദൈവനീതിക്കും ഒത്തവണ്ണം ജീവിക്കുന്ന സഭയുടെ കാൽ കീഴ് വരെ മാത്രമേ അവന് വരാൻ കഴിയത്തുള്ളൂ. ആർക്കാ?
പാതാള ഗോപുരങ്ങൾക്ക്. യഥാർത്ഥമായ സഭയെക്കുറിച്ച് ഞാൻ പറയുക, നമ്മൾ തന്നെയാണ് സഭ. മനസ്സിലാവുന്നുണ്ടോ? എന്ന് ഞാൻ നിന്നോട് പറയുന്നു, സ്വർഗരാജ്യത്തിന്റെ താക്കോൽ നിനക്ക് തന്നിരിക്കുകയാണ്. നീ ഭൂമിയിൽ കെട്ടുന്നതൊക്കെയും സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും. നീ ഭൂമിയിൽ അഴിക്കുന്നതൊക്കെയും സ്വർഗത്തിലും അഴിഞ്ഞിരിക്കുമെന്ന് കർത്താവ് ഉത്തരം പറയുക. പത്രോസ് പറയുന്ന വാക്യമാണല്ലോ, നമുക്കറിയാം. അപ്പോൾ അവിടെ പറയുക, സ്വർഗരാജ്യത്തിലെ താക്കോൽ നമുക്ക് തന്നിരിക്കുക. ഈ താക്കോലാണ് അനേക വിശ്വാസികൾ, അനേക ദൈവദാസന്മാർ എടുത്തു കളഞ്ഞത്. ഓർമ്മയുണ്ടോ? വാക്ക് ഓർമ്മയുണ്ടോ? പരിജ്ഞാനത്തിൽ താക്കോൽ എടുത്തു കളഞ്ഞു. വായിച്ച നീയോ കടക്കുന്നില്ല, കടക്കാൻ ആഗ്രഹിക്കുന്നവരെ കടത്തുന്നില്ല. പരിജ്ഞാനത്തിൽ താക്കോൽ വായിച്ചിട്ടുണ്ടോ നിങ്ങൾ? ഇതേ സെയിം താക്കോൽ, ദൈവരാജ്യത്തിലേക്ക് കടക്കുവാനുള്ള പരിജ്ഞാനത്തിൽ താക്കോൽ, അത് ഇന്ന് അനേകരും എടുത്തു കളഞ്ഞിരിക്കുകയാണ്. കാരണം ദൈവരാജ്യം ഇന്ന് ആർക്കും ആവശ്യമില്ല എന്ന് കർത്താവ് പറയാം. അപ്പം നീ ഭൂമിയിൽ കെട്ടുന്നതൊക്കെയും സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും. കാരണം അത്രമാത്രം ഒരു വലിയൊരു അധികാരം സഭയ്ക്കുണ്ട്. നമുക്ക് സഭ ലീഡർഷിപ്പില്, സഭ ദൈവദാസൻ സഭയിൽ നയിക്കുന്നവർക്ക്, സഭ മൂപ്പന്മാർക്കെല്ലാം അത്രമാത്രം ഒരു അധികാരമാണ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്. സംശയമൊന്നുമില്ലല്ലോ. ഞാൻ വേദപുസ്തക പ്രകാരം തെളിയിച്ചു വന്നിരിക്കുക. യോഹന്നാൻ 20:23 വായിക്കുമ്പോൾ ഇങ്ങനെ പറഞ്ഞ ശേഷം അവരവരുടെ മേൽ ഊതി. കർത്താവ് പോകാൻ പോകുന്നു അല്ലേ? അവൻ ആ സമയത്ത് പറയുക, ഇങ്ങനെ പറഞ്ഞ ശേഷം അവൻ അവരുടെ മേൽ ഊതി, പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളുവിൻ എന്ന് പറഞ്ഞു. 23 വാക്യം, ആരുടെ പാപങ്ങൾ നിങ്ങൾ മോചിപ്പിക്കുന്നുവോ അവർക്ക് മോചിക്കപ്പെട്ടിരിക്കുന്നു. ആരുടെ പാപങ്ങൾ നിങ്ങൾ നിർത്തുന്നുവോ, ആരോടാ പറയുന്നത്? ആരോടാ? അപ്പോസ്തലന്മാർ പരിശുദ്ധാത്മാവിനെ ഊതിക്കൊടുത്തു. ഇവിടെയും ഒരു ഊത്തുണ്ട് അല്ലേ? ഇതേ സെയിം ഊത്ത് വേറെ എടുത്തുണ്ട്. എവിടെ നിന്ന് പറയാൻ പറ്റും നിങ്ങൾക്ക്? ഉൽപ്പത്തി യഹോവയായ ദൈവം ഒന്ന് ഒരു ഊത്ത് ഊതിയില്ലേ? ഊത്തൂതി ഇല്ലേ? അന്ന് മനുഷ്യൻ നിവർന്നു നിന്നു. രണ്ടാമത് താളം തെറ്റിപ്പോയ മനുഷ്യവർഗങ്ങളെ വീണ്ടും നല്ല ആത്മീയന്മാരായി നിർത്തുവാൻ പരിശുദ്ധാത്മാവിനെ പുത്രൻ വന്നൊരു ഊതും കൂടി ഊതി. രണ്ടാമത്തോട് 2 സൃഷ്ടിപ്പുകൾ നടക്കുന്നുണ്ട്. ഇത് പുതിയ സൃഷ്ടിപ്പിലെ കാര്യമാണ് പറയുന്നത്. അതിലേക്ക് പോകുന്നില്ല. അപ്പോൾ എന്നിട്ട് പറയുക, പരിശുദ്ധമായി ഊതിട്ട് പറയുക, ആരുടെ പാപങ്ങൾ നിങ്ങൾ മോചിപ്പിക്കുന്നുവോ അവർക്ക് മോചിപ്പിക്കപ്പെട്ടിരിക്കുന്നു. ആരുടെ പാപങ്ങൾ നിർത്തുന്നുവോ അവർക്ക് നിർത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞു. ഈ ചോദ്യത്തിൽ ഈ വചനത്തിൽ ഒരു അല്പം സംശയമുണ്ട് നമുക്ക്. മനുഷ്യരുടെ പാപങ്ങളെ മോചിപ്പിക്കുവാൻ ഈ ഭൂമിയിൽ ഒരു മനുഷ്യനും കഴിയില്ല. ആണോ? സത്യമാണ്. ഈ ഭൂമിയിൽ ഒരു മനുഷ്യനും മനുഷ്യന്റെ പാപങ്ങളെ മോചിപ്പിക്കാൻ പക്ഷെ ഇവിടെ കർത്താവ് എന്താ പറഞ്ഞത്? ആരുടെ പാപങ്ങൾ നിങ്ങൾ മോചിപ്പിക്കുന്നുവോ അവർക്ക് മോചിക്കപ്പെട്ടിരിക്കുന്നു. നമുക്ക് എങ്ങനെ മോചിപ്പിക്കാൻ കഴിയും? പറ്റുമോ? ഒരിക്കലും പറ്റത്തില്ല. കർത്താവ് പറയാം, നിങ്ങൾ ആരുടെ പാപങ്ങൾ നിർത്തുന്നുവോ അവർക്ക് പാപം നിർത്തിയിരിക്കുകയെന്ന്. എങ്ങനെ പറയാൻ പറ്റും നമുക്കത്? ഈ വാക്യം എന്താ അങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത്? ഒരു മനുഷ്യന്റെ പാപത്തെ മോചിപ്പിക്കാൻ പറ്റത്തില്ല. കാരണം അങ്ങനെയെങ്കിൽ ഏതെങ്കിലും മനുഷ്യനെ പിടിച്ച് യാഗമാക്കിയ മതിയായിരുന്നു നമുക്ക് പാപം വീടുവാനായിട്ട്, അല്ലേ? അതെ, ഏതെങ്കിലും നമ്മുടെ കൂടെ ഒരാൾ പോയി പറയുക, ഞാൻ മരിക്കാതെ പറയുന്ന യാഗമായ സകല മാനവരാശിക്കും അവൻ മരിച്ചാൽ പോരെ. അപ്പൊ ഈ വാക്യം തമ്മിൽ ചെറിയൊരു പ്രശ്നമുണ്ട്. പക്ഷെ ഇതിനർത്ഥം അതല്ല. മനസ്സിലാവുന്നുണ്ടോ? ദൈവദാസന്മാർക്ക് അല്ലെങ്കിൽ ദൈവസഭയെ നയിക്കാൻ വെച്ചിരിക്കുന്ന പരിശുദ്ധാത്മാവിനാൽ നയിക്കാൻ ഏൽപ്പിച്ചവർക്ക് ദൈവം കർത്താവ് കൊടുക്കുന്ന അധികാരമാണ്. എന്ത്? നീ പാപങ്ങൾ മോചിപ്പിച്ചാൽ അത് മോചിപ്പിക്കപ്പെട്ടിരിക്കുന്നു, നീ പാപങ്ങൾ നിർത്തിയാൽ അത് നിർത്തപ്പെട്ടിരിക്കുന്നു. നമുക്കറിയാം പാപങ്ങളെ മോചിപ്പിക്കാൻ നമുക്ക് അധികാരമില്ല. പക്ഷെ ഇതിനർത്ഥം എന്താണെന്നറിയാമോ? ഒരു ഭക്തനായ ഒരു മനുഷ്യന് അല്ലെങ്കിൽ ദൈവനീതിക്കൊത്തവണ്ണം ജീവിക്കുന്ന മനുഷ്യന്, ദൈവരാജ്യത്തിനകത്ത് ജീവിക്കുന്ന ഒരു ഭക്തന്, ഒരു ദൈവദാസന്, അവൻ വചനപ്രകാരം പറയാ, സഹോദര, നീ ഈ പാപത്തിൽ പിന്തുടർന്നാൽ ഈ പാപം നിന്നെ കൊന്നിരിക്കും. ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? നീ പാപത്തിൽ തുടർന്നാൽ നീ ബന്ധിക്കപ്പെടും. അധികാരത്തോടെ പറയുവാൻ ഒരു ദൈവദാസന് കഴിയും. സത്യമല്ലേ? വചനപ്രകാരം. അല്ലാതെ പാപങ്ങൾ മോചിപ്പിക്കാനല്ല ഉദ്ദേശിക്കുന്നത്. ഗ്രഹിക്കാൻ കഴിയുന്നുണ്ടോ? ഇവിടെ പറയുന്നത് ഈ ഒരു ദൈവദാസൻ, ഒരു ഭക്തനായ ഒരു മനുഷ്യൻ, ദൈവനീതിക്കൊത്തവണ്ണം ജീവിക്കുന്നവൻ, ദൈവരാജ്യവും അവന്റെ നീതിക്കൊത്തവണ്ണം ദൈവരാജ്യത്തിനകത്ത് ജീവിക്കുന്നവൻ, അല്ലെ ഹൃദയത്തിൽ സ്പിരിച്വൽ കിങ്ഡം, ആത്മീയ ദൈവരാജ്യം അകത്ത് വന്നവൻ. ഓക്കെ, അവൻ ഒരു ഭക്തൻ, അവന്റെ വിശ്വാസി ആരുമാകട്ടെ, അവരോട് പറയുക, നീ ഈ പാപത്തിൽ തുടർന്നാൽ നിന്റെ പാപം എന്താണെന്നറിയാമോ? മോചിക്കപ്പെടുകയില്ല. ഇതിൽ തെറ്റൊന്നുമില്ല, അല്ലേ? പറയാം,
നമുക്ക് പറയാൻ അധികാരമുണ്ട്. നീ പാപത്തിന് മാനസാന്തരപ്പെട്ടാൽ നിന്റെ പാപം മോചിക്കപ്പെട്ടിരിക്കുന്നു. നല്ല ധൈര്യത്തോടെ പറയാൻ പറ്റും. ക്ലിയർ ആണോ? ഇതാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. പക്ഷെ പറയുമ്പോൾ ദൈവനീതി നമുക്ക് അകത്തുണ്ടായിരിക്കണം. ദൈവരാജ്യത്തിലെ വചനങ്ങൾ നമ്മുടെ അകത്ത് ഉണ്ടായിരിക്കണം. പറഞ്ഞ മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ സഭ ഒരു തീരുമാനമെടുത്താൽ, അല്ലേ, മൂപ്പന്മാരൊരു തീരുമാനമെടുത്താൽ അത് തീരുമാനം തന്നെയാണ്. ഇവിടെ കെട്ടിയാൽ ഈ സഹോദരന്മാർ തമ്മിലുള്ള പ്രശ്നം പരിഹരിച്ചില്ലെങ്കിൽ ഇത് ഒരാൾ അല്ലെങ്കിൽ മനസാന്തരപ്പെടാത്ത ഒരുവൻ അവനെ ചുമക്കാരെ പോലെയും പാപികളെ പോലെയും പുറത്തെറിഞ്ഞു കളയുവാൻ വചനം കൽപ്പിക്കുക. അത്രമാത്രം അധികാരം സഭയ്ക്കുണ്ട്. കുട്ടികളെയും നടക്കത്തില്ല കേട്ടോ. ദൈവസഭക്കകത്ത് പെട്ടത്തില്ലല്ലോ. കർത്താവ് വിലക്ക് വാങ്ങപ്പെട്ട് അവന്റെ ജീവൻ കൊടുത്ത് രക്തം കൊടുത്തു വാങ്ങിയ സഭയാണത്. അവിടെ കുട്ടികളിക്ക് അവിടെ ഒരു കാപട്യത്തിനും നാട്യത്തിനും സ്ഥാനമില്ല. അവിടെ യഥാർത്ഥമായ ക്രിസ്ത്യ ജീവിതമാണ്. ഹല്ലേലൂയ. അത് മറന്നു പോകരുത്. ഇതുപോലെ തീരുമാനങ്ങൾ എടുക്കുവാൻ സഭയ്ക്ക് അധികാരമുണ്ട്. കാരണം എന്താ? രണ്ട് വ്യക്തികൾ തമ്മിലുള്ള പിണക്കം ചെറിയ കാര്യമായിരിക്കാം, പക്ഷേ അത് മാനസാന്തരപ്പെട്ടില്ല. എത്രയോ വിശ്വാസികളെന്നറിയാമോ, എത്രയോ കൃപാവരമുള്ളവരാണെന്നറിയാമോ, ഈ ഒറ്റ കാര്യത്തിൽ ഇന്നും കരിക്കട്ടകൾ പോലെ ആയിരിക്കുന്നത്. രക്ഷിക്കപ്പെട്ട നാളുകളിലൊക്കെ വൻ കാര്യങ്ങളാണ്. കയ്യാൽ അത്ഭുതങ്ങൾ നടക്കുന്നു, അടയാളം നടക്കുന്നു, പ്രവചിക്കുന്നു, ദർശനങ്ങൾ കാണുന്നു, അല്ലേ, സ്വപ്നങ്ങൾ കാണുന്നു. പക്ഷേ വർഷങ്ങൾ കഴിയുന്തോറും ഇതൊന്നുമില്ലാതെ കരിക്കട്ടകളായി തീർന്നതിൻ്റെ പിന്നിൽ ഒരേ ഒരു രഹസ്യം മാത്രമേ ഉള്ളൂ: സഹോദരന്മാർ തമ്മിലുള്ള പിണക്കം. എന്തെങ്കിലും ഉണ്ടായിരിക്കുന്നത് ജഡത്തിലൊക്കെയാണെങ്കിൽ ഏതെങ്കിലും വ്യത്യസ്തമായ കൊലപാതക അല്ലെങ്കിൽ കൊല ചെയ്യാനുള്ള പ്രേരണയോ വ്യഭിചാര ചിന്തകളൊക്കെ ജഡത്തിന്റെ പ്രവൃത്തികളാണ്. അത് കർത്താവ് ഒരു പക്ഷെ ജഡത്തിൽ ഉടച്ചിട്ടാണെങ്കിൽ തിരിച്ചു പിടിക്കും. അതെങ്ങനെയും കർത്താവ് തിരിച്ചു പിടിക്കും. ജഡമൊന്നാണ് ഞാൻ എല്ലാം തിരുന്നില്ലേ, കയ്യിൽ പോക്കറ്റ് പൈസയുണ്ട്, അഹങ്കാര ജഡവാ, അല്ലേ, അങ്ങ് എടുത്തു കളഞ്ഞാൽ പിന്നെ എന്തിനുണ്ട്? നമ്മ താഴെ ബ്രദറെ സുഖമെന്ന് ചോദിക്കും നമ്മൾ, അല്ലേ. ജഡമാണത്, അത് തകർക്കാൻ കർത്താവിന് എളുപ്പമല്ല എങ്കിൽ പോലും കുഴപ്പമില്ല. പക്ഷേ ഇതുണ്ടല്ലോ, രണ്ട് വ്യക്തികൾ തമ്മിലുള്ള പിണക്കങ്ങൾ, അത് പരിഹരിക്കേണ്ടത് നമ്മൾ തന്നെയാണ്. ഇന്നല്ല, അടുത്ത ആഴ്ച ഞാൻ അതിനെ എടുത്തോളാം. 3 കോടതിയിൽ ദൈവം വിധിക്കുന്നുണ്ട് നമ്മളെ. ഇത് പരിപൂർണമായി സൗഖ്യം പ്രാപിച്ച് നമ്മൾ കർത്താവിൻ്റെ പൂർണ്ണ വേലക്കാരാ നമ്മൾ ചെയ്യാൻ പോകും. ഇവിടെ വന്നാലേ കർത്താവിൻ്റെ വേലക്കാരാ, അല്ലാത്തവരൊന്നും ഈ ക്ലാസ്സിൽ ദഹിക്കത്തില്ല. കർത്താവ് ഇനിയുള്ള ആയുസ് മുഴുവനും കർത്താവിനോട് ജീവിക്കുവാൻ നമ്മൾ ഈ വചനപ്രകാരം ജീവിക്കുന്നുവെങ്കിൽ ദൈവം നിങ്ങളുടെ കൈയാൽ അത്ഭുതം അടയാളം ചെയ്തിരിക്കും. വാക്കിൽ മേൽ ചലിക്കുന്ന ദൈവ സാന്നിധ്യം, തളർന്നിരിക്കുന്നവരെ വാക്കുകൾ കൊണ്ട് നിങ്ങൾ അവരെ പ്രബോധിപ്പിക്കുന്ന അനേക പ്രബോധകന്മാർ ഈ നടുവിൽ തന്നെ ഉണ്ട്. ഹല്ലേലൂയ. അതൊക്കെ മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ സഭ ഒരു തീരുമാനമെടുത്താൽ അത്രമാത്രം പ്രാധാന്യമുണ്ട്. അവൻ കെട്ടിയാൽ, സഭ കെട്ടിയാൽ അത് സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും. സഭ അടിക്കാതെ ലോകത്തിലെ ഏതെല്ലാം കോണിപ്പോയാലും, എത്ര വലിയ പ്രവാചകന്മാരെ വിളിച്ചാലും, എത്ര അഭിഷിക്തന്മാരെ വിളിച്ച് തലയിൽ കൈവച്ചാലും ഒരു ഗുണവുമില്ല, ഒരു ഗുണവും ഉണ്ടാകത്തില്ല. കെട്ടിയതാരാണോ സഭയാണെങ്കിൽ സഭ തന്നെ അഴിക്കണം. ഇതൊക്കെ മനസ്സിലാവുന്നുണ്ട്? ക്ലിയറാണോ? ഇതൊക്കെ അറിയാതെ എത്രയോ പേർ ഈ ലോകത്തിലോടുന്നറിയാമോ? അവസാനം നിത്യ നരകമല്ലാതെ മറ്റൊന്നുമില്ല. കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. അപ്പൊ ഇപ്പൊ ചിത്രം നോക്കിയാൽ മതി. ഭൂമിയിൽ നമ്മൾ എന്ത് കെട്ടിയാലും അത് സ്വർഗത്തിലും. ഞാൻ എൻ്റെ ഭാര്യയെ കെട്ടില്ല, അപ്പൊ സ്വർഗത്തിൽ കിട്ടുമോ? ഇല്ല. കല്യാണം കെട്ടൽ കാര്യമല്ലേ പറഞ്ഞത്. മിണ്ടുന്നില്ലല്ലേ? ഒന്ന് ചിരിക്കാൻ പറഞ്ഞിട്ടും ചിരിക്കുന്നില്ലേ? ഓക്കെ, എന്തുവാകട്ടെ. അപ്പൊ എന്താണെങ്കിലും ഭൂമിയിൽ കെട്ടിയാൽ അത് സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും. 1, ക്ഷമിക്കാതെ വേറെ വഴിയില്ല. 2, ഐക്യതയാണ് അവിടെ നമ്മുടെ പ്രശ്നം. നമുക്ക് ആവശ്യം ഐക്യതയാണ്. 3, ദൈവത്തിന്റെ സ്നേഹം. സ്നേഹത്തെക്കുറിച്ച് പഠിച്ചിട്ടില്ല നമ്മളില്ല. ഫിലയോ, അഗാപ്പെ എന്നൊക്കെ പറഞ്ഞ ഒരുപാട് സ്നേഹങ്ങളുണ്ട്, ഇല്ല, പഠിച്ചിട്ടില്ല. അപ്പോൾ ഈ 3 കാര്യങ്ങൾ മറന്നു പോകരുത്. എല്ലാവരോടും ക്ഷമിക്കുവാനുള്ള മനസ്സ്, ഐക്യത്തിൽ സൂക്ഷിക്കുവാനുള്ള ഒരു മനസ്സ്. രണ്ടാമതെന്താ? ദൈവസ്നേഹം പങ്കുവെക്കുവാനുള്ള നമുക്ക്. അതൊക്കെ അറിയണമെങ്കിൽ ദൈവം ക്രിസ്തുവിൽ നമ്മോട് ചെയ്തത് നമ്മൾ ധ്യാനിക്കുക, വെളിപ്പാടായി മാറുക. നിങ്ങൾക്ക് മനസ്സിലായോ? രണ്ടാമത്തെ കാര്യം, ഒന്നാമത്തെ ഇപ്പൊ വായിച്ചത് ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും. രണ്ടാമത് എന്താ പറഞ്ഞത്? ഭൂമിയിൽ വെച്ച് 18 നേരത്തെ വായിച്ചത്. 18-19 പറയുന്നു ഭൂമിയിൽ വെച്ച് നിങ്ങൾ 2 പേർ, വീണ്ടും ഇത് തന്നെ കർത്താവ് പറയുന്നത്. ഇത് മാത്രമേ ഉള്ളൂ വേദപുസ്തകത്തിൽ, അല്ലേ?
പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഒന്നായിരിക്കുന്നത് പോലെ നമ്മളും അത്രയും പ്രാധാന്യമുണ്ടത്. അപ്പോൾ ഭൂമിയിൽ വെച്ച് നിങ്ങളിൽ രണ്ടുപേർ യാചിക്കുന്ന ഏത് കാര്യത്തിനും ഐക്യമത്യപ്പെട്ടാൽ അത് സ്വർഗസ്ഥനായ എൻ്റെ പിതാവിങ്കിൽ നിന്ന് ലഭിക്കും. ഇതെന്ത് പറഞ്ഞത് സഹോദരന്മാരുടെ ഭിന്നത അല്ലേ? കർത്താവ് പ്രാധാന്യം പറയുക. നമ്മളൊക്കെ എന്തോരം പ്രാർത്ഥിക്കുന്നുണ്ട് ഇല്ലേ? എന്നിട്ട് വല്ല നടക്കുന്നുണ്ടോ? പ്രാർത്ഥന മാത്രമേ. എന്തുവേണമെന്നറിയാമോ? നമ്മുടെ ഹൃദയത്തിൽ എവിടെയൊക്കെയോ പിളകകളും പരിഭവങ്ങളൊക്കെ ഉണ്ടെന്നേ. ഭൂമിയിൽ വെച്ച് രണ്ടു പേർ, രണ്ട് പേർ, അത് ഭാര്യയാകാം ഭർത്താവുമാകാം. അങ്ങനെ ഒരു കുടുംബം കണ്ടാൽ നാട്ടുഭാഷ പറയാം, മഷിയിട്ട് നോക്കണം തുറന്നു. എന്തേ നിങ്ങളെന്താ എന്നെ നോക്കണത്, തുറിച്ചു നോക്കണത് അല്ലേ? അത് ഞാൻ പിന്നീട് എടുത്തോളാം, ഫാമിലി സെമിനാർ വരുമ്പോൾ എടുത്തോളാം. ഇന്ന് എല്ലാവർക്കും തുല്യസ്ഥാനമല്ലേ അല്ലേ? ഇന്ന് ലോകത്തിൽ അങ്ങനെയാണ് പഠിപ്പിക്കുന്നത്. റേഷൻ കാർഡിൽ പോലും പണ്ട് ഗൃഹനാഥനായിരുന്നു. അപ്പോൾ ഗൃഹനാഥൻ ഭാര്യനെ കൊണ്ട് ജോലിക്ക് വിടും, ഭാര്യ ജോലി എടുക്കും. വൈകിട്ട് ഗൃഹനാഥനെ വിളിച്ചുകൊണ്ട് വരാനുള്ള ഒരു വണ്ടിക്കാരൻ, ഒരു ടാക്സി ഡ്രൈവർ മാത്രമായിക്കൊണ്ടിരിക്കുക വീട്ടുപണി. എന്തേ? അതുകൊണ്ടാണല്ലോ ഈ എന്താണ് MSc നേഴ്സ് എന്നല്ല പറഞ്ഞ BSc നേഴ്സ്. എന്തുകൊണ്ട് BSc നേഴ്സുമാരെ കെട്ടണത്? കെട്ടി അവളെ UK അവിടെ വിട്ടാൽ അവളെ കൊണ്ട് ഹോസ്പിറ്റലാക്കുക, തിരിച്ചു കൊണ്ടുവരിക, കഞ്ഞിയും കറിയും വെക്കുക. നല്ല കാരണം അങ്ങനെ ആയിപ്പോയി ആണുങ്ങൾ. എന്തോ നിങ്ങൾ ദേഷ്യമുള്ള പോലെയൊക്കെ ഇരിക്കുന്നത് ഇല്ല. അതാ പ്രശ്നം. നമ്മൾ തന്നെ മാറി, ഗൃഹനാഥൻ മാറി, ഗൃഹനാഥയ്ക്ക് വഴി ഒറിഞ്ഞ് അവളെ കൊണ്ടാക്കുക. എന്തെങ്കിലും മാറ്റുക, നിനക്ക് ചായ വല്ലതും വേണോ അല്ലേ, കാല് വേനെടുത്ത് തിരുമ്മി തരാമെന്നൊക്കെ പറഞ്ഞ് കുഴമ്പൊക്കെ ഇട്ട് തിരുമ്മി കൊടുക്കുന്ന. എന്തേ ഒന്നും മിണ്ടാതിരിക്കുന്ന നിങ്ങൾ? നമ്മൾ മാറിപ്പോയി. അതുകൊണ്ട് റേഷൻ കാർഡിലും വെട്ടി ഗൃഹനാഥൻ, വെട്ടി ഗൃഹനാഥ അല്ലേ നിങ്ങൾ റേഷൻ കാർഡിൽ? ഞാനെടുത്ത് ഫാമിലി സെമിനാർ വരുമ്പോൾ നല്ലോണം എടുത്തോളാം. പിന്നെ ന്യൂ ലൈഫിൽ തന്നെ മിക്കവാറും പേരും വെട്ടും. നിങ്ങൾ വെട്ടിക്ക്. ഇത് കാണുന്ന കേൾക്കുന്ന ഒന്നുമല്ല വേദോസം പഠിപ്പിക്കുന്നത്. ഇതൊന്നുമല്ല വേദോസമായിട്ട് യാതൊരു ബന്ധമില്ലത്. ഫാമിലി സെമിനാർ വരുമ്പോൾ ഞാൻ പഠിത്തോളാം അതിനെക്കുറിച്ച്. അതൊക്കെ മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ ഭൂമിയിൽ വെച്ച് രണ്ടുപേർ യാചിക്കുന്ന ഏത് കാര്യത്തിലും ഐക്യമത്യപ്പെട്ടാൽ സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൽ നിന്ന് ലഭിക്കും. ഇത് കൃത്യമായി കർത്താവിൻ്റെ വാക്യമാണ്. ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോയാലും മാറാത്ത സ്ഥിരമായിരിക്കുന്ന വാക്യം, യഹോവയുടെ പുസ്തകത്തിലെ വാക്യം. മനസ്സിലാവുന്നുണ്ട്? ജീവൻ പോകേണ്ടി വന്നാലും പുത്രനെ യാഗമാക്കേണ്ടി വന്നാലും പറഞ്ഞവൻ ചെയ്യുന്ന വാക്യം. അതുകൊണ്ട് രണ്ടുപേർ ഐക്യമത്യപ്പെട്ടാൽ അത് തരുമെന്ന് പറഞ്ഞാൽ തന്നിരിക്കും. പിന്നെ എന്തേ നമുക്ക് ലഭിക്കാത്തത്? പ്രശ്നം നമ്മുടേതാണ്, ദൈവത്തിൻ്റെ നല്ല പ്രശ്നം. നമുക്ക് ഐക്യമധ്യമില്ല, ഐക്യതയില്ല. മനസ്സിലാവുന്നുണ്ടോ? ഒരുപാട് ശാരീരിക ഐക്യതയുണ്ടാകാം, പക്ഷേ മാനസികമോ ആത്മീയമായ ഐക്യതയില്ല. എനിക്ക് എത്രക്ക് മനസ്സിലാവുന്നുണ്ട്? ക്ലിയർ ആണോ ഞാൻ പറഞ്ഞു വരുന്നത്? അത് കുടുംബമാണെങ്കിലും ഭാര്യ ഭർത്തൃ ബന്ധമാണെങ്കിലും സഭവിശ്വാസികൾ തമ്മിലാണെങ്കിലും ദൈവദാസന്മാർ തമ്മിലാണെങ്കിലും ഈ ഒരു ബന്ധം വളരെ അത്യാവശ്യമാണ്. രണ്ടുപേർ, നിങ്ങൾ പറഞ്ഞു വീട്ടിൽ പോയി പരിശോധിച്ചു, രണ്ടുപേർ മനസ്സും ആത്മാവും എല്ലാം ഒരുപോലെ ഏകാഗ്രമാക്കി ഒന്ന് പ്രാർത്ഥിച്ചു നോക്കിക്കേ. ദൈവം നിങ്ങളുടെ നടുവിൽ ഇറങ്ങി വന്ന് ചെയ്യുന്നത് നിങ്ങൾക്കറിയാൻ കഴിയും. ഗ്രഹിച്ചു നിങ്ങൾ? അപ്പോൾ ഒന്നാമത് നേരത്തെ പറഞ്ഞതുപോലെ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും, അഴിക്കുന്നതെല്ലാം സ്വർഗത്തിൽ അഴിഞ്ഞിരിക്കും. രണ്ടാമത്, നിങ്ങൾ ഭൂമിയിൽ വെച്ച് യാചിക്കുന്ന ഏത് കാര്യത്തിനും ഐക്യമത്യപ്പെട്ടാൽ സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൽ നിന്ന് നിങ്ങൾക്ക് ലഭിച്ചിരിക്കും. സങ്കീർത്തനം 133 സങ്കീർത്തനം എല്ലാവർക്കും സുപരിചിതമായ വേദവാക്യമാണ്. 1 മുതൽ 3 വരെ. ഇതാ പറഞ്ഞു വായിച്ചോ. ഞാൻ വായിച്ചോളാം. ഇതാ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭവും എത്ര മനോഹരവുമാകുന്നു. ഒന്നും മിണ്ടുന്നില്ലല്ലോ അല്ലേ? എനിക്കറിയാം ഇപ്പൊ വലിയ കുഴപ്പമില്ല. പണ്ടൊക്കെ സഭയിൽ വന്ന എങ്ങനെയെങ്കിലും ഒന്ന് കഴിഞ്ഞു കിട്ടി പോയാൽ മതി. ഇപ്പൊ മാറിയില്ലേ? കുറച്ച് എന്നാലും കുഴപ്പമില്ല അല്ലേ? എന്നാലും കുഴപ്പമില്ല. ആ ഐക്യത്തിലേക്കും സ്നേഹത്തിലേക്കും വരികയാണ്. അപ്പോൾ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭവും മനോഹരവും.
കാരണം എന്നറിയാമോ? സകല കൃപാവരങ്ങളുടെയും പ്രദർശനമാണത്. ഇതിനകത്തുണ്ടെന്നേ. ദർശനം കാണുന്നവരും പ്രവാചകന്മാരും ഇവാഞ്ചലിസ്റ്റുമാരും ഒക്കെ ഇതിനകത്തുണ്ട്. കാരണം ദൈവത്തിന് പ്രയോജിക്കാൻ കഴിയാത്ത പാത്രമായിരിക്കാൻ കാരണം നമ്മുടെ അകത്തുള്ള ഈ ഭിന്നതകളാ. ഓക്കെ, ഞാൻ വിടുകയാണ്. എത്ര മനവും എത്ര ശുഭവും എത്ര മനോഹരവും അവധു വസ്ത്രത്തിലെ വിളിമ്പിലേക്ക് നീണ്ടു കിടക്കുന്ന താടിയിലേക്ക്, അഹരോന്റെ താടിയിലേക്ക് തന്നെ ഒഴുകുന്ന അവന്റെ തൈലയിലെ വിശേഷ തൈലം പോലെയും സിയോൻ പർവ്വതത്തിൽ പെയ്യുന്ന ഹെർമോന്റെ മഞ്ഞ് പോലെയും ആകുന്നു. അവിടെയല്ലോ യഹോവ അനുഗ്രഹവും ശാശ്വതമായ ജീവനും കൽപ്പിച്ചിരിക്കുന്നത്. ധാരാളമായി വേറെ വിഷയമാണ്, ഞാൻ വിടുകയാണ്. ദൈവത്തിന് ഇറങ്ങി വരുന്ന അഭിഷേകവും തലയെന്ന ക്രിസ്തുവിന്റെ ജീവനൊക്കെ ഒഴുകി വരുന്നത് നമ്മുടെ വിളിമ്പിലേക്കല്ല, നമ്മുടെ ഓരോ ജീവനിലേക്കാണ്. തലയിലോട് പറ്റിച്ചേർന്നിരിക്കുന്ന അവയവങ്ങൾ പോലെ, ശരീരം പോലെ ആ ശരീരത്തിലേക്ക് ഒഴുകി വരുന്ന ക്രിസ്തുവിന്റെ ജീവനും ആത്മാവും. മനസ്സാവുന്നുണ്ടോ? അതുപോലെ അതൊഴുകി വരുമ്പോൾ നമ്മുടെ ജീവിതം മാറ്റപ്പെടും. പക്ഷേ ദൈവത്തിന് ഇറങ്ങി വരാൻ പോലും സ്ഥലം കൊടുക്കുന്നില്ല ഇവിടെ, അല്ലേ? ദൈവസഭക്കകത്ത് ദൈവത്തിന് ഇറങ്ങി വരുവാൻ ഇടം പോലും കൊടുക്കുന്നില്ല. അതുകൊണ്ട് യോഹന്നാൻ ലേഖനം പഠിക്കുമ്പോൾ 3:22 പറയുന്നു, അവന്റെ കൽപ്പനകളെ പ്രമാണിച്ച് അവന്റെ പ്രസാദമുള്ള ചെയ്യുന്നതുകൊണ്ട് എന്ത് യാചിച്ചാലും അവനിൽ നിന്ന് നമുക്ക് ലഭിക്കും. ഒരു മാറ്റവുമില്ല. അവന്റെ കൽപ്പനോ തന്റെ പുത്രനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നാം വിശ്വസിക്കുകയും അവൻ നമുക്ക് കൽപ്പന തന്നതുപോലെ അന്യോന്യം സ്നേഹിക്കുകയും വേണമെന്നുള്ളത് തന്നെ. ഏത് വാക്യം എടുത്ത് പഠിച്ചാലും ഇതോട് ബന്ധപ്പെട്ട് കിടക്കുകയാണ്. മത്തായി 7:7 യാചിപ്പിൻ എന്നാൽ കിട്ടും, അന്വേഷിപ്പിൻ എന്നാൽ കണ്ടെത്തും, മുട്ടുവിൻ, അല്ലേ? യാചിക്കുന്നവന് ഏവരും ലഭിക്കുന്നു, അന്വേഷിക്കുന്നവന് മുട്ടുന്നവന്. യാചിക്കണമെങ്കിൽ അവൻ്റെ മനസ്സറിയണം. ഞാനിവിടെ എടുത്തൊന്നും എനിക്കറിയത്തില്ല. പ്രാർത്ഥനയ്ക്ക് 2 വ്യത്യസ്തമായ രീതിയുണ്ട്. ഒന്ന് യാചനയും ഒന്ന് പ്രാർത്ഥനയും. പ്രാർത്ഥിക്കുന്നത്, അല്ലേ? യാചന എന്ന് പറയുന്നത് പ്രത്യേകമായ ഒരു പർട്ടിക്കുലർ വിഷയം വെച്ചുകൊണ്ട് നമ്മൾ അതിനെ മാത്രം ഫോക്കസ് ചെയ്ത് പ്രാർത്ഥിക്കുക, അല്ലേ? യാചന അത് മാത്രമേ മനസ്സിലുള്ളൂ, അല്ലേ? പണ്ട് ജോസഫ് പാസ്റ്റർ പറഞ്ഞ അമ്മ വല്ലതും തരണമേ, അല്ലേ? അതുപോലെ എന്നെ കിട്ടാൻ വേണ്ടി യാചിക്കുക ആണോ? പ്രാർത്ഥന നമുക്ക് എന്തും പ്രാർത്ഥിക്കാം, അതൊരു ബന്ധമാണ്, റിലേഷന്. മറ്റതല്ല, എന്നെ കൊണ്ടാകില്ല, നിന്നാൽ സാധ്യമാകും. യാചനയാണത്. കിട്ടാതിരിക്കും, വേറെ വഴിയില്ല. അപ്പൊ അതുകൊണ്ട് മറന്നുപോകും. 2 പേർ ഐക്യബന്ധിപ്പെട്ടാൽ നമുക്ക് സ്വർഗസ്ഥനായവൻ ചെയ്തു തരും. പക്ഷേ കിട്ടുന്നില്ലെങ്കിൽ നമ്മുടെ പ്രശ്നമാണ്. മൂന്നാമത്, നമ്മുടെ സമയം പോകുന്നു വേഗത്തിൽ. എന്താ? 2-3 പേർ എൻ്റെ നാമത്തിൽ എവിടെ കൂടിയാലും ഞാൻ അവരെ. നമ്മളൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ പറയുന്ന വിഷയമാണ്. എന്തെങ്കിലും കർത്താവിനെ അനുഭവിച്ചറിഞ്ഞിട്ടുണ്ടോ നമ്മൾ? എന്തേ മിണ്ടുന്നില്ലല്ലോ. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പറയും 2-3 പേർ എൻ്റെ നാമത്തിൽ എവിടെ കൂടി, നിന്റെ നാമത്തിൽ എവിടെ കൂടിയാലും ഞങ്ങളുടെ നടുവിലുണ്ടെന്ന്. വല്ലതും ഉണ്ടോ? എന്ത് മിണ്ടാതിരിക്കുന്ന എല്ലാവരും? നമ്മളെല്ലാവരും പറയുന്ന വിഷയമാണത്, ഇല്ലേ? 2-3 പേർ എൻ്റെ നാമത്തിൽ എവിടെ കൂടുവരുന്നൊരു വായിച്ചേ, എൻ്റെ നാമത്തിൽ കൂടി വരുന്നിടത്തൊക്കെയും, അല്ലേ, ഞാൻ അവരുടെ നടുവിലുണ്ട് എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. പറച്ചിലിന് യാതൊരു കുറവുമില്ല. നമ്മളെ സൂപ്പറായിട്ട് പറഞ്ഞു കളയും. പക്ഷേ ദൈവസാന്നിധ്യം അനുഭവിച്ചിട്ടുണ്ട് നടുവില്. സഹോദരങ്ങളെ, ഈ വാക്യം വെറുതെ ഉരുവിട്ടത് കൊണ്ട് ദൈവസാന്നിധ്യം വരത്തില്ല. ഇപ്പത്തെ വിശ്വാസത്തിന് പണിയെന്നറിയാമോ? വചനങ്ങൾ ചുമ്മാ ഉരുവിടുക. വചനങ്ങൾ ചുമ്മാ ഉരുവിടുക. ഉരുവിട്ട കിട്ടുമെന്ന് ആരാ പറഞ്ഞത്? അതല്ല. 2-3 പേർ എൻ്റെ നാമത്തിൽ കൂടി വരുന്നിടത്തൊക്കെയും ഞാൻ അവരുടെ നടുവിലുള്ളത് പറയാൻ കാരണം, ഈ 2-3 പേർ ഒരേ മനസ്സ്, ഒരേ ഹൃദയം, ഒരേ നാമം, ഭിന്നതയുടെ അംശം പോലുമില്ലാതെ കൂടി വരുന്നിടത്ത് പറയണ്ട, അവൻ നടുവിലുണ്ടായിരിക്കും. അല്ലാതെ നമ്മൾ പറഞ്ഞു വരുത്തുന്ന അല്ല ഇത്. പ്രാർത്ഥിക്കുമ്പോൾ പറയുന്നുണ്ട്. എന്നിട്ട് എവിടെയാ ദൈവസാന്നിധ്യം? ഇത്രയും വർഷങ്ങളായിട്ട് നമുക്ക് മാനസാന്തരം പോലുമില്ലല്ലോ, പാപബോധമായി പോലുമില്ലല്ലോ, തെറ്റിയായിട്ട് പാപമാണെന്ന് ഏറ്റുപറയാൻ പോലും കഴിയുന്നില്ലല്ലോ. കാരണം അവൻ്റെ സാന്നിധ്യം ഉണ്ടെങ്കിലേ അതിൻ്റെ മുമ്പിൽ നമ്മുടെ പാപം വെളിപ്പെട്ട് വരത്തുള്ളൂ. അത് വെളിപ്പെടുന്ന എനിക്ക് ദൈവ സാന്നിധ്യമില്ല. ഞാൻ പറഞ്ഞത് ഗ്രഹിക്കുന്നുണ്ടോ? ഞാൻ പറഞ്ഞത് ഗ്രഹിക്കുന്നുണ്ടോ? നമ്മുടെ സഭയിൽ വരുമ്പോൾ നമ്മുടെ പാവം വെളിപ്പെട്ട് വരിക, നമുക്ക് പാപത്തെക്കുറിച്ച് ബോധം വരുത്തുക, പരിശുദ്ധമായ ജോലിയാണൊക്കെ, അല്ലേ? ജോലിയാ അതിൻ്റെ. നമുക്കത് വരുന്നില്ലെങ്കിൽ ദൈവ സാന്നിധ്യമില്ല. അപ്പൊ നമ്മൾ പറയും 2-3 പേർ കൂടി വരുന്നിടത്തേക്കും അവനുണ്ട്. ഉണ്ടോ? ഇല്ല. എങ്ങനെ, എവിടെയാ കർത്താവ് ഉള്ളത്? അവൻ എവിടെയാ ഇറങ്ങി വരുന്നത്? ആത്മാവിൽ എവിടെയാ ഇറങ്ങി വരുന്നത്? 2-3 പേർ
എൻ്റെ നാമത്തിൽ. ആ ഒറ്റ വാക്ക്, എൻ്റെ നാമത്തിൻ്റെ അർത്ഥം പറയാൻ പോയാൽ ഒരുപാട് പറയേണ്ടി വരും. ഒറ്റ കാര്യത്തിൽ ഞാൻ വിടുകയാ, ഏക മനസ്സ്, ഏക ഐക്യത, ഇല്ലേ? ദൈവസ്നേഹത്തിന് ഒരേ ഉറവിടം, എല്ലാം ഒന്നായിരിക്കുന്ന ഒരു സ്ഥാനം, അതിന് നടുവിലെ കർത്താവ് വരുന്നത്. അല്ലാതെ വാക്യം ഉരുവിട്ടത് കൊണ്ടൊന്നും വചനം വരത്തില്ല. അങ്ങനെയാണെങ്കിൽ ചൊല്ലിയാൽ മതി, ഇല്ലേ? പള്ളിക്കാരില്ലേ, മറ്റേ പള്ളിക്കാർ അവർ പ്രാർത്ഥന, പിന്നെ നമ്മൾ ചൊല്ലാൻ കൂടി ഇല്ല. നമ്മൾ ഇന്ന് പറഞ്ഞ അടുത്ത ഞായറാഴ്ച പിന്നെ ചൊല്ലുന്നല്ലേ. അവരെല്ലാ ആഴ്ച രാവിലെ വൈകിട്ട് ചൊല്ലുന്നവരാ. അങ്ങനെ അവർ സ്വർഗത്തിൽ പോകില്ലേ? ഇതല്ലെന്നേ. വാക്കിന്റെ അർത്ഥം നമുക്ക് മനസ്സിലാക്കണം. എന്താണെന്നറിയാമോ? രണ്ടോ മൂന്നോ പേർ എൻ്റെ നാമത്തിൽ. മനസ്സിലാവുന്നുണ്ടോ? അവിടെ എന്തൊക്കെയുണ്ട്? പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഒന്നായിരിക്കുന്ന പോലെ, അല്ലേ? ഞങ്ങൾ പിതാവിനോട് കൂട്ടായ്മ ഉള്ളത് പോലെ. വാക്യങ്ങൾ എത്ര വാക്യങ്ങളോ ഓടി വരുന്ന ഹൃദയത്തിലേക്ക്. ഐക്യതയാണ് പ്രശ്നം. സഹോദരന്മാരുടെ ഐക്യത ഇല്ലെങ്കിൽ ഒരിക്കലും ദൈവസാന്നിധ്യം അനുഭവിക്കാൻ കഴിയത്തില്ല നമുക്ക്. ക്ലിയർ ആണോ? എനിക്കിത് അറിയില്ല, ഞാൻ അടിച്ചനെ. അറിയാത്തോണ്ടാ ഞാൻ കുറെ പഠിച്ചു നോക്കി, പഠിക്കാൻ പറ്റില്ല എനിക്ക്. നീ ഗ്രഹിക്കുന്നു ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നുണ്ട് നിങ്ങൾക്ക്? രണ്ടോ മൂന്നോ പേരുടെ നാമത്തിൽ വാക്യം പറഞ്ഞതുകൊണ്ട് കാര്യമില്ല. ഒരേ മനസ്സും ഒരേ ഉപദേശം, ഒരേ പ്രത്യാശ, ഒരേ ആത്മാവ്, എല്ലാം ഒന്നായി കൂടി വരുന്നു. അവിടെ ദൈവസാന്നിധ്യമുണ്ട്. അവിടെയേ ദൈവസാന്നിധ്യം ഇറങ്ങത്തുള്ളൂ. അല്ല, അതുകൊണ്ടാണ് എത്രമാത്രം സഭയ്ക്ക് അധികാരം കൊടുത്തിരിക്കുന്നത്. നീ ഇല്ലേ, ബന്ധിച്ച് പുറത്താക്ക്. ചുവക്കാരെ പോലെയും പുറം ജാതിക്കാരെ പോലെയും പുറത്താക്കികളാണ് പറയുന്നത്. ഇന്ന് പുറത്തിരിക്കേണ്ടത് പലതും അകത്തിരിക്കേണ്ട പലതും. അതാ നമ്മുടെ പ്രശ്നം. പുറത്ത് കിടക്കേണ്ടത് പലതും അകത്ത് കയറിയിരിക്കുന്നത്, അകത്ത് കിടക്കേണ്ട പുറത്തിരിക്കുന്നത്. അതാണ് ദൈവസഭയുടെയൊക്കെ പ്രശ്നം. ഇത് ആഗോളമായ സഭകളുടെ പ്രശ്നങ്ങളാണ്. ഞാൻ എത്രയോ ദൈവസഭകളിലെ ലീഡർഷിപ്പിലൊക്കെ പോയിട്ടുണ്ട്. അവിടെ കണ്ടുവരുന്നത് ഇതൊക്കെ തന്നെയാണ്. ഓക്കെ, വിടുകയാണ്. നിങ്ങൾക്ക് മനസ്സിലായി കാണുമോ? ഓക്കെ. എന്നിട്ടാണ് ഇത്രയും 3 കാര്യങ്ങൾ മനസ്സിലായോ? എന്നിട്ടാണ് നമ്മൾ ലാസ്റ്റ് വായിച്ച വാക്യം എന്താ? നോക്കിയേ, ഇപ്പോൾ നമ്മൾ പഠിച്ചത് 18, 19, 20 വാക്യമല്ലേ? 20-ാം വാക്യം പറയും, 2-3 പേർ നാമത്തിൽ കൂടി വരുന്നിടത്തേക്ക് ഞാൻ അവരുടെ നടുവിലുണ്ടെന്ന് പറഞ്ഞു. എന്നിട്ടാണ് 2 വാക്യങ്ങൾ, 21, 22 വാക്യങ്ങൾ പറയും. എന്താണെന്ന് അറിയാമോ? കർത്താവേ, പത്രോസ് അവന്റെ അടുക്കൽ വന്ന്, കർത്താവേ, സഹോദരൻ പലവട്ടം എന്നോട് പിഴച്ചാൽ ഞാൻ ക്ഷമിക്കണം. ഒന്ന് വായിച്ചു. പത്രോസ് അവന്റെ അടുക്കൽ വന്ന്, കർത്താവേ, സഹോദരൻ എത്ര വട്ടം എന്നോട് പിഴച്ചാൽ ഞാൻ ക്ഷമിക്കണം? 7 വട്ടം മതിയോ എന്ന് ചോദിച്ചു. യേശു അവനോട്, 7 വട്ടമല്ല, 70 വട്ടം എന്ന് ഞാൻ നിന്നോട് പറയുന്നു. ഇല്ലേ? അപ്പോൾ ഇത്രയും കാര്യം മുഴുവനും പറഞ്ഞു വരുന്ന മുഴുവൻ എന്തിനെക്കുറിച്ചാ? സഭയുടെ ഐക്യതയെക്കുറിച്ച്. നമ്മൾ പഠിച്ചെടുക്കുന്ന വിഷയം എന്താ? രോഗത്തിനും ബന്ധനത്തിനും മൂലകാരണങ്ങളിൽ 2ാമത്തെ കാരണം എന്താ? സഹോദരങ്ങൾ തമ്മിലുള്ള വേർപാട് അല്ലെങ്കിൽ പിണക്കം, ഇല്ലേ? അതിൽ ഇത്രയും പറഞ്ഞു വന്നിട്ട് വാക്യം 21, 22 പറയാ, പത്രോസ് അവന്റെ അടുക്കൽ വന്ന്, കർത്താവേ, സഹോദരൻ എത്ര വട്ടം എന്നോട് പിഴച്ചാൽ ഞാൻ ക്ഷമിക്കണം? പത്രോസ് ചോദിക്കുക, കർത്താവേ, എത്ര വട്ടം ക്ഷമിക്കണം? പഴയ നിയമത്തിലൊക്കെ പറയാൻ പോയാൽ ഒരുപാട് പറയേണ്ടി വരും എനിക്ക്. 4-ാം അധ്യായത്തിലെന്ന് തോന്നുന്നു, കായീനോട് പറഞ്ഞു, അല്ലേ, നീ 7 വട്ടം. പക്ഷെ വേറെ ഒരാൾ, മറ്റേ പുള്ളിക്കാരൻ്റെ പേരെന്താ? 2 ഭാര്യ വരെ, ആദ്യം സില്ലേനെയും 2 ഭാര്യമാരുടെ ആദ്യത്തെ ഒരു പുരുഷൻ ഈ ഭൂമിയിൽ ആദ്യമായി 2 കല്യാണം കഴിച്ച പുള്ളി സില്ല എന്നും ആദ എന്നും പറഞ്ഞ 2 ആ പുള്ളിയുടെ പേരെന്താ? ലാമക്ക് അല്ലേ? അദ്ദേഹം പറഞ്ഞ വാക്കെന്നറിയാമോ? എന്താ? ദൈവം നിന്നോട് 7 വട്ടം പറഞ്ഞാൽ 4:24 കായിന് വേണ്ടി 7 ഇരട്ടി പകരം ചെയ്യുമെങ്കിൽ ലാമക്കിന് വേണ്ടി 77 ഇരട്ടി പകരം ചെയ്യും. അപ്പോ ഇത് പുള്ളിനറിയോ? ലാമക്കിനറിയോ? ആദ്യമായി 2 ഭാര്യമാരെടുത്ത പുള്ളിക്കാരൻ. ആരുടെ മുമ്പില വീരവാദം മുഴക്കുന്ന? ആരുടെ മുമ്പില ഈ വീരവാദം മുഴക്കുന്ന? ആരുടെ മുമ്പില? ഭാര്യമാരും. എന്നിട്ട് പറയുക, 7 വർഷം ദൈവം പറഞ്ഞു, കായിനോട് പറഞ്ഞു, കായിനെ നിന്റെ നേരെ വന്നാൽ, അല്ലേ, ഞാൻ എത്രാമത്തെ വാക്യത്? അവനോട് 7 ഇരട്ടി. വാക്യം 15, യഹോവ അവനോട്, അതുകൊണ്ട് ആരെങ്കിലും കായിനെ കൊന്നാൽ അവന് 7 ഇരട്ടി പകരം കിട്ടുമെന്ന്
ദൈവം യഹോവയായ ദൈവം കായോട് പറഞ്ഞു അല്ലേ? എന്നാൽ ഒരു മനുഷ്യൻ പറയുക, ലാമക്ക് പറയുക, കായിന് വേണ്ടി ദൈവം 7 ഇരട്ടി പകരം ചെയ്യുമെങ്കിൽ ലാമക്കിന് വേണ്ടി 77 ഇരട്ടി പകരം ചെയ്യും. മനുഷ്യൻ പറഞ്ഞ വാക്യമാണ്, അതും പെണ്ണുങ്ങളോട് സ്വന്തം ഭാര്യയോട് പറഞ്ഞ വാക്യമാണ്. ഓക്കെ, ഇവിടുത്തെ കാര്യം അതുപോലൊക്കെ തന്നെയാണ്. കാരണം ഈ വാക്യം പറയുന്നിടത്ത് പത്രോസ് ഉണ്ടായിരുന്നില്ല. പണ്ട് ക്ഷമയെക്കുറിച്ചൊക്കെ പഠിപ്പിക്കുമ്പോൾ അറിയാത്ത പത്രോസ് വന്ന് ചോദിക്കുക, ഒരു സഹോദരനോട് പിഴച്ചാൽ ഞാൻ എത്ര വട്ടം ക്ഷമിക്കണം? 7 വട്ടം മതിയോ? പഴയ ഓർമ്മ എത്ര? 7 വട്ടം ക്ഷമിക്കാമെന്ന് യഹോവ പറഞ്ഞില്ലേ? 7 വട്ടം 7 ഇരട്ടി ചെയ്യുമെന്ന് പറഞ്ഞു. 7 വട്ടം ക്ഷമിച്ചാൽ മതിയോ? കർത്താവ് പറയുക, ഇല്ല, 70 വട്ടം എന്ന് ഞാൻ നിന്നോട് പറയുന്നു. അപ്പൊ എന്ന് വെച്ചാൽ 7 7 49 490 പ്രാവശ്യമാണോ? എത്ര പ്രാവശ്യം ക്ഷമിക്കണം? നമ്മൾ എണ്ണം 1 2 അല്ലേ? 7 70 വട്ടം. 490 ഇനി നിന്നോട് ഞാൻ ക്ഷമിക്കത്തില്ല. അങ്ങനെയാണ്? അല്ല, അൺലിമിറ്റഡാ ക്രിസ്ത്യ ജീവിതം. ദൈവസഭയ്ക്ക് ദൈവസാന്നിധ്യം ഇറങ്ങി വരുവാൻ പ്രശ്നമില്ലെങ്കിൽ 490 പ്രാവശ്യവും ക്ഷമിക്കുവാൻ, അതല്ല, അത് അത്രയല്ല, അതിനിരട്ടിയും ക്ഷമിക്കുവാൻ, അൺലിമിറ്റഡായി ക്ഷമിക്കുവാൻ വേദോസ് നമ്മെ കൽപ്പിക്കുക അല്ലേ? അതിന് പത്രോസ് അവരടുക്കലും അത്, കർത്താവേ, സഹോദരൻ എന്നോട് എത്ര വട്ടം പിഴച്ച് ഞാൻ ക്ഷമിക്കണം? 7 വട്ടം മതിയോ എന്ന് ചോദിച്ചു. യേശു അവനോട് 7 വട്ടമല്ല 70 വട്ടം എന്ന് ഞാനോട് പറയുന്നു. ക്രിസ്ത്യ ജീവിതത്തിന്റെ മാർമികമായ ഒരു മറ്റൊരു വശം എന്ന് പറഞ്ഞാൽ മരണം വരെ ക്ഷമിച്ചുകൊണ്ടിരിക്കുന്നു. പറയാറില്ലേ, എത്ര വർഷമായി ഞാൻ ഈ കുരിശ് ചുമക്കാൻ തുടങ്ങിയിട്ട്? പാസ്റ്റ് കയറ്റി വെച്ചതാ, ഞാൻ ചുമന്നു. അതെന്താ നിങ്ങൾ ഒരാൾ ഭാര്യയെ നോക്കണം, ഒരാൾ ഭർത്താവിനെ നോക്കണം? ഞാൻ ആ കുരിശിന്റെ കാര്യമല്ല പറഞ്ഞത്. ഓക്കെ, വിടുക അല്ലേ? അൺലിമിറ്റഡ് ആയിട്ടില്ല. ഈ ലൂക്കോസ് 17:4 പറയുന്നു, ഞാൻ വായിച്ചത് വിടുകയാണ്. അവൻ തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞത്, ഇടർച്ചകൾ വരാതിരിക്കുന്നത് അസാധ്യം, എങ്കിലും അവ വരുത്തുന്നവന് അയ്യോ കഷ്ടം. അവന് ചെറിയവരിൽ ഒരുത്തന് ഇടർച്ച വരുത്തുന്നതിനേക്കാൾ ഒരു തിരികല്ല് അവന്റെ കഴുത്തിൽ കെട്ടി അവനെ കടലിൽ എറിഞ്ഞു കളയുന്നത് അവന് നന്ന്. ഒരു സഭയ്ക്കകത്ത് ഇടർച്ച വരുത്തുന്നുവെങ്കിൽ എന്ത് ചെയ്യാന്നറിയാമോ? വല്ല കഴുത്തിൽ കെട്ടിയിട്ട് ഇവിടെ വലിച്ചെറിഞ്ഞ് കളയാൻ. എവിടെ? അറബിക്കടലിൽ. എന്നിട്ട് പറയുക, സൂക്ഷിച്ചു കൊള്ളുവീൻ, സഹോദരൻ പിഴച്ചാൽ അവനെ ശാസിക്കുക. നമ്മളാണെങ്കിൽ വെള്ളം തേച്ച് കൊടുക്കും അല്ലേ? പൊതുഞ്ഞ് വെള്ളം തേച്ച് കൊടുക്കും നമ്മൾ. ആ കുഴപ്പമില്ല എന്നൊക്കെ പറയും. ഇതല്ല, ശാസിക്കണം. അവൻ മാനസാന്തരപ്പെട്ടാൽ ഈ പറഞ്ഞു പറഞ്ഞ എന്താണെന്നറിയാമോ? രണ്ടും ഒരേ കാര്യങ്ങളാ. ഇവിടെ 70 വട്ടം ക്ഷമിക്കാൻ പറഞ്ഞു, വേറെ ഇവിടെ പറയുന്ന അറിയാമോ? ശാസിക്കുക. അവൻ മാനസാന്തരം ക്ഷമിക്കുക. സഭയ്ക്ക് തകർച്ചയുണ്ടാകുന്ന ഒന്നിനും കൂട്ടുനിൽക്കുവാൻ ദൈവസഭയിലെ മൂപ്പന്മാർക്ക് കഴിയില്ല. മനസ്സാവുന്നുണ്ടോ? ക്ഷമിക്കണം. 490 അല്ല, അൺലിമിറ്റഡായി മരണം വരെ ക്ഷമിക്കാം നമുക്ക്. അത് ദൈവത്തിന്റെ കൽപ്പനയാ. പക്ഷേ ദൈവസഭയെ തകർക്കുന്ന ഒന്നിനോടും കോംപ്രമൈസ് ചെയ്യുവാൻ ദൈവസഭയ്ക്ക് അനുവാദമില്ല. അത്രയും വലിയ അധികാരമാണ് ദൈവസഭയിലെ മൂപ്പന്മാർ കൊടുത്തിരിക്കുന്നത്. ഇവിടെ കെട്ടിയാൽ സ്വർഗം കെട്ടപ്പെട്ടിരിക്കും. സൂക്ഷിച്ചു, അവനോട് ക്ഷമിക്കുക. ദിവസത്തിൽ 7 വട്ടം നിന്നോട് പിഴക്കുകയും 7 വട്ടം നിന്റെ അടുക്കൽ വന്ന് ഞാൻ മാനസാന്തരപ്പെടുന്നു പറയുകയും ചെയ്താൽ അവനോട് അവനോട് ക്ഷമിക്കുക അല്ലേ? എത്ര വട്ടം വേണമെങ്കിൽ ക്ഷമിക്കാം. നിങ്ങൾക്ക് മനസ്സാവുന്നുണ്ടോ? 70 വട്ടമായാലും ക്ഷമിക്കുക. പക്ഷേ ദൈവസഭയ്ക്ക് ഇടർച്ച ഉണ്ടാകുന്ന ഒന്നിനും കൂട്ടുനിൽക്കുവാൻ ദൈവസഭ കഴിയില്ല. അതൊക്കെ മനസ്സാവുന്നുണ്ട്? ബാക്കി ഒരുപാട് കാര്യങ്ങളോട് ഞാൻ പിന്നെ അടുത്ത ആഴ്ച എടുത്തോളാം, അടുത്ത മാസം എടുത്തോളാം. അതുകൊണ്ട് 10 വായിച്ചില്ലേ? ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോട് ക്ഷമിക്കണം. നിങ്ങൾ മനുഷ്യരോട് അവരുടെ പിഴകളെ ക്ഷമിച്ചാൽ ഞങ്ങളോട് ക്ഷമിക്കും. നിങ്ങൾ മനുഷ്യരുടെ പിഴകളെ ക്ഷമിക്കാഞ്ഞാലോ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ പിഴകളെയും ക്ഷമിക്കുകയില്ല. അതുകൊണ്ട് മാർക്കോസ് 11 പഠിച്ചത്, നിങ്ങൾ പ്രാർത്ഥിക്കാൻ നിൽക്കുമ്പോൾ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ പിഴകളെയും ക്ഷമിക്കേണ്ടതിന് നിങ്ങൾക്ക് ആരോടെങ്കിലും വല്ലതുമുണ്ടെങ്കിൽ അവരോട് ക്ഷമിക്കുവിൻ. വല്ലതും ഒരു ചെറുതുപോലും പരിശുദ്ധാത്മാവ് ഓർപ്പിച്ചു തരുമെങ്കിൽ, ഒരു ചെറുതുപോലും മനസ്സാന്തരപ്പെടുവാൻ ഇല്ലേ? ഒരു ചെറുതുപോലും, എവിടെയെങ്കിലും ഒരു ചെറുതുപോലും. ഈ ചെറുതെന്ന് പറഞ്ഞത് ഞാൻ അടുത്ത ക്ലാസ്സിൽ പറഞ്ഞോളാം. 3 കോടതിയിൽ വിധിക്കുന്നുണ്ട്. നമ്മൾ പറയുന്ന പല വാക്കുകളും നമ്മളേക്ക് എത്ര വട്ടം കോടതിയിൽ വിധിക്കണം എന്നറിയാമോ? ഞാൻ അടുത്ത മാസം അതിനെക്കുറിച്ച് പറഞ്ഞു തരും. നമ്മൾ
ഒരു ചെറിയ കാര്യത്തിന് പോലും അത്രമാത്രം വിശുദ്ധമായ സഭയാണത്, അല്ലേ? നിങ്ങൾ പ്രാർത്ഥിക്കാൻ നിൽക്കുമ്പോൾ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ പിഴകളെ ക്ഷമിക്കേണ്ടതിന് നിങ്ങൾക്ക് ആരോടെങ്കിലും വല്ലതുമുണ്ടെങ്കിൽ അവനോട് ക്ഷമിപ്പിൻ. നിങ്ങൾ ക്ഷമിക്കാഞ്ഞാലോ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ പിഴകളെയും ക്ഷമിക്കുകയില്ല. ദൈവത്തിന് മാറ്റമില്ലാത്ത കൽപ്പനകളാണ്, ഒരു കോംപ്രമൈസും ഇല്ലാത്ത കർത്താവ്. ദൈവസഭ അത്രമാത്രം വിശുദ്ധമാണ്. ഈ ഭൂമിയുടെ നടുവിൽ അല്ലെങ്കിൽ ഭൂമിയിൽ നമ്മളെ ആക്കി വെച്ചിരിക്കുന്നത് ഈ ലോകത്തിന് വെളിച്ചം വീശാൻ വേണ്ടിയാ, ദൈവത്തിന് ഭൂമിയിലേക്ക് ഇറങ്ങി വരാൻ വേണ്ടിയാ. ആകെയുള്ള സ്ഥലം ഇത് മാത്രമേ ഉള്ളൂ. ഞാൻ ഇങ്ങനെ പറഞ്ഞത് ഈ ബിൽഡിംഗ് അല്ല, 2-3 പേർ അവിടെ നാമത്തിൽ എവിടെ കൂടി വരുന്നുവോ അവിടെ അവൻ്റെ പിതാവ് വസിക്കുവാൻ ആഗ്രഹിക്കുക. അത്രയും മക്കളോടുകൂടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ദൈവം, അതിനിടയിൽ ഒരു പിണക്കങ്ങളോ പരിഭവങ്ങളോ വഴക്കോ, അല്ലേ, ഒരു എന്താ പറയുക, ചെറിയ കുറ്റാരവും ചെറിയ നാമ്പുകൾ നമ്മുടെ ജീവിതത്തിലിട്ടാൽ അത് പിശാച് ഉണക്കാതെ, അല്ലേ, പിശാചിനെ കൊണ്ടു നടക്കും. കാരണം എന്നറിയാമോ, നമ്മുടെ നടുവിൽ ദൈവത്തെ ഇറങ്ങി നിൽക്കാൻ പാടില്ല. ദൈവം ഇറങ്ങി വന്നിരുന്നാൽ നമുക്ക് ഭാവബോധമുണ്ടാകും, മാനസാന്തരമുണ്ടാകും, അനുതാപമുണ്ടാകും. നമ്മൾ അനുതപിച്ച് ദൈവത്തോട് നിലവിളിക്കാൻ തുടങ്ങും നമ്മൾ ദൈവസ്ഥാനത്തിന് മുമ്പിൽ. ഹല്ലേലൂയ.